പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത് പോലെ വലിയൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ആളാണ് ഞാൻ. പലപ്പോഴും എന്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് മടിയാണ്. എങ്കിലും ദൈവാത്മാവ് ഹേമിക്കുന്നത് കൊണ്ട് അല്പം ചില നിമിത്തം പ്രാരംഭമായി എന്റെ സാക്ഷ്യം മാത്രമായിട്ട് പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയൊരു കുടുംബ പാരമ്പര്യം പറയുവാൻ ഞങ്ങൾക്കുണ്ട്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പുരാതന ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായ ഒരു സമൃദ്ധിയുടെ മടിത്തട്ടിൽ വളർന്നതാണ് ഞാൻ. ഇന്ന് വൈകുന്നേരം ആരോടോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു വേലക്കാരിയെ ഒരാൾക്ക് അസൈൻ ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാത്രം ശുശ്രൂഷയ്ക്കായിട്ട് കുളിപ്പിക്കാനും കാല് കഴുകാനും തുടയ്ക്കാനും എന്ന് പറഞ്ഞതുപോലെ എല്ലാവിധ മാനുഷികമായ സൗകര്യങ്ങളോടും വളർന്നു വന്നവരാ ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കെ, എന്നാൽ ആ സൗകര്യത്തിന്റെയും ആ സമൃദ്ധിയുടെയും ആ യശസ്സിന്റെയും ആ അധികാരത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെ മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ദേശത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വാധീനം കൊണ്ടോ ഞങ്ങൾക്കുണ്ടായിരുന്ന യശസ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. പ്രൈസ് ദി ലോർഡ്. നാമധേയ ക്രിസ്ത്യാനികളായി ഞങ്ങൾ ജീവിച്ചു. ഇന്നും ഞങ്ങളിൽ ഒരു മേജർ ഭാഗവും മുക്കാൽ പങ്കാളുകളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ അരങ്ങേറിയപ്പോൾ അതെന്താണെന്ന് ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയും, പലപ്പോഴും പെന്തക്കോസ്തിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങളോട് ഞാൻ ശക്തമായിട്ട് ധാർമ്മികമായ രോഷം കൊള്ളാറുള്ള ഒരാളാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തെ വാസ്തവമായിട്ടും കണ്ടെങ്കിൽ ബാലിശ്യമായ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിയുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവത്തിന്റെ വാസ്തവമായ ഒരു ദർശനം പ്രാപിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ മാനുഷികമായ ബാലിശ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കണ്ടവർ അതിലേക്കൊന്നും തിരിയത്തില്ല. അവർ ഉയരത്തിലേക്ക് ഉള്ള ദൃഷ്ടിയായിരിക്കും അവർക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, എല്ലാം ഉണ്ടായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ അരങ്ങേറിയ ഭ്രാന്ത്, മദ്യപാനം, തളർച്ച, അകാല മൃത്യു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിന്നടത്ത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഈ മാർഗമെന്ന് പറയുന്ന അവർക്കതൊരു അത് വലിയ കുടുംബക്കാർക്കൊക്കെ നിഷിദ്ധമായത്. എന്നാൽ അനുഭവം പഠിപ്പിച്ചു, ലോകം നിഷിദ്ധമെന്നെണ്ണുന്നതിനെ ദൈവം ശ്രേഷ്ഠമെന്നെണ്ണും, ലോകം ശ്രേഷ്ഠമെന്നെണ്ണുന്നത് യഹോവയ്ക്ക് അറപ്പാകുന്നു എന്ന് വചനം പറയും. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലായി ഇറങ്ങിയത്. കാരണം ഒരിക്കൽ വളരെ വില കൂടിയതെന്നും ലോകം വിലമതിക്കുന്നതെന്നും വിചാരിച്ചതിന് ഞങ്ങളുടെ രക്ഷയ്ക്ക് അത് ഉതകിയില്ലെങ്കിൽ അതിനെ നിഷ്കാരുണ്യം, അതിനെ ഉപേക്ഷിക്കുവാൻ ദൈവം ചങ്കൂറ്റം തന്നു. വലിയ വില കൊടുത്തത് പ്രാപിച്ചതാ. പ്രൈസ് ദി ലോർഡ്. വലിയ വില കൊടുത്ത്. കാരണം എന്താന്ന് പറഞ്ഞാൽ, വലിയ വെല്ലുവിളിയുടെ മധ്യത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. എവിടെ ചെന്നാലും കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കുക എന്ന് അവര് പറയും. പ്രൈസ് ദി ലോർഡ്. കാരണം യാഥാസ്ഥിക ക്രിസ്തീയ വിശ്വാസങ്ങളെ തച്ചുടച്ചുകൊണ്ട് മറ്റൊരു മാർഗത്തിന്റെ വക്താവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വലിയ വില കൊടുത്തുകൊണ്ടാണ്. എല്ലാവരും നാമധേയ ക്രിസ്ത്യാനി ആയിരുന്ന കാലത്ത് ക്രിസ്തീയ വിശ്വാസം പാടെ ഉപേക്ഷിച്ച് വാസ്തവമായും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്ന് അന്വേഷിച്ച് ഇന്ത്യയുടെ, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് ഒരു ജീവിക്കുന്ന ദൈവമുണ്ടോ എന്ന് അന്വേഷിച്ചു പോയതാ. പ്രൈസ് ദി ലോർഡ്. ചൈനീസ് ഇങ് ആൻഡ് യാനിന്റെ തിയറി പഠിച്ചു. ഇനി അവിടെയാണോ ദൈവമെന്ന്. പാരാസൈക്കോളജി, മെറ്റാഫിസിക്സും പഠിച്ചു. അതിലൂടെ ദൈവമുണ്ടോ എന്ന് ചോദിക്കുവാൻ. ഹൈന്ദവ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചു. 30 മുക്കോടി മന്ത്രങ്ങളുടെ മൂലമന്ത്രമായ ശ്രീവിദ്യാ മന്ത്രം സ്വർണ്ണമോതിരത്തിൽ എന്റെ നാവിലെഴുതി വെളുപ്പിനെ 2:30 തൊട്ട് രാവിലെ 6 വരെ ഞാൻ ആ മന്ത്രം ഉപാസിക്കുമായിരുന്നു. 11 വർഷം സായിബാബയുടെ ഭക്തിയായി ജീവിച്ചു. 8 വർഷം അമൃതാനന്ദമയുടെ ഭക്തിയായി ജീവിച്ചു. 50 വയസ്സ് വരെ ജനിച്ചു വളർന്ന ക്രിസ്തീയ വിശ്വാസത്തിൽ കടന്നുപോയി. എന്നാൽ ഇതൊന്നും എന്റെ രക്ഷയ്ക്ക് ഉതകിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ കണ്ടതും കേട്ടതുമായ വിശ്വാസങ്ങളെ പാടെ വലിച്ചെറിഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, കേട്ട ശബ്ദത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ മുൻപിൽ കീഴ്പ്പെട്ടു കൊടുത്ത് ഒന്നുമില്ല എന്ന് സമ്മതിക്കുവാൻ ദൈവം ഒരു പ്രത്യേക കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത്, പലതും സ്വീകരിക്കുവാനല്ല നമുക്ക് ചങ്കൂറ്റം വേണ്ടത്, പലതും ഉപേക്ഷിക്കുവാൻ ധൈര്യം വേണം. പ്രൈസ് ദി ലോർഡ്. ആയിരിക്കുന്ന പലതും ഉപേക്ഷിക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു ദർശനം പ്രാപിച്ചെങ്കിലേ നമുക്ക് കഴിയുകയുള്ളൂ. ഓരോന്ന് പറയുമ്പോഴും ഓരോന്ന് വെച്ച് ആളുകൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പിടിച്ച് നമ്മെ വിലയിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിലപ്പുറമായി നമ്മളെ വിലയിരുത്തുന്നവൻ മുകളിലുണ്ടെന്ന് നാം ഓർത്താൽ നന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞ ഒരു വ്യക്തമായ ഒരു കാര്യം പറയാം. ഇന്ന് ആഭരണ ബന്ധക്കോസ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഒരു മാർഗമുണ്ട്. ദൈവനാമം ദുഷിക്കപ്പെടുകയാണെന്ന് വ്യക്തമായി സ്പഷ്ടമായിട്ടും ഈ രാത്രി വിളിച്ചു പറയുക. കാരണം ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട വിഷയം പറയാം. ഏദനിൽ വച്ച് എന്ന് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് മറുതലിച്ച മനുഷ്യന്റെ ജഡം വെളിപ്പെട്ടോ, ജഡം വെളിപ്പെട്ട മനുഷ്യനെ അവന്റെ ജഡത്തോടുകൂടെ ഏദന് പുറത്തു കളയുവാൻ ദൈവം തീരുമാനിച്ചു. ഇനിയും ഈ ജഡവുമായിട്ട് നിനക്കവിടെ പ്രവേശനമുണ്ടെന്ന് നീ ധരിച്ചുവെങ്കിൽ പെന്തക്കോസ് എന്ന് പറയുന്ന സംഘടനയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടല്ല, സ്വർഗരാജ്യത്തിന്റെ അംഗത്വം നിനക്ക് വേണമെങ്കിൽ നിന്റെ ജഡം നശിച്ച് ജഡം ഇവിടെ മരിച്ചുപേക്ഷിച്ചിട്ട് നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിൽ അല്ലാതെ നിനക്ക് ദൈവമായിട്ട് ഇനിയൊരു കൂട്ടായ്മ ബന്ധം ഇവിടെയും ഉണ്ടാകുകയില്ല, അവിടെയും ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു പ്രത്യേക മാർഗത്തിന്റെയും വക്താവല്ല. നാട്ടിൽ നിന്ന് വലിയ പലതരത്തിലുള്ള പെന്തക്കോസ് ഉണ്ട്. പൊട്ടിക്കുന്നവരുണ്ട്, കെട്ടിക്കുന്നവരുണ്ട്, പ്രൈസ് ദി ലോർഡ്. എല്ലാം ഉണ്ട്. ഇടുന്നവരുണ്ട്, ഇടിക്കാത്തവരുണ്ട്. ഇതൊന്നുമല്ല. വചനത്തിന്റെ പ്രമാണത്തിൽ നിന്നില്ല ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന അനുഭവം ഞങ്ങളെ പഠിപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത്, നായ് വേഷം കെട്ടുകയാണെങ്കിൽ കുരയ്ക്കണം, ഇല്ലെങ്കിൽ കെട്ടാൻ പോകരുത്. ഇത് ഉത്തരത്തെ ഇരിക്കുന്ന വേണം താനും നമ്മുടെ കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. രണ്ടിലൊന്നേ ഉള്ളൂ. വ്യക്തമായിട്ട് നിങ്ങൾ വചനം എടുത്ത് പഠിച്ചു നോക്ക്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എടുത്ത് പഠിച്ചാൽ കാണും. അനുസരണക്കേട് കാണിച്ച മനുഷ്യന്റെ ഗൂഢമായിരുന്ന ജഡശരീരം വെളിപ്പെട്ടു വന്നു. എന്നാൽ വെളിപ്പെട്ടു നിന്ന ആത്മശരീരം ഗൂഢമായി തീർന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഗെറ്റ് ഔട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ ജീവിച്ച് ജഡത്തിന്റെ മോഹങ്ങൾക്ക് കീഴ്പ്പെട്ട് നിന്റെ തോന്നിയവാസങ്ങൾക്ക് നടന്നേച്ച് പിന്നെ 2 സ്തോത്രവും പറഞ്ഞാൽ ദൈവം നിന്റെ കസ്റ്റഡിയിലാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് പെന്തക്കോസ്തുകാരെ, യു ആർ റോങ്. നടക്കത്തിൽ. അന്ത്യകാലം അടുത്തു. സകല ലക്ഷണങ്ങളും തികഞ്ഞു വരിക. ഇനി സമയമില്ല. ദൈവം അവസാനമായി ചിലർക്കൂടെ എന്താ പറയുന്നത്, പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ദൈവം കൊടുത്തിരിക്കുന്ന സമയമാണ്. ഏറ്റെടുത്താൽ നിനക്ക് കൊള്ളാം, നിനക്ക് കൊള്ളാം, മറ്റാർക്കുമല്ല. നിനക്ക് വേണ്ടി മാത്രം ദൈവം ഒരുക്കിയ ഒരു മീറ്റിംഗ് ആണെങ്കിൽ ഈ രാത്രികാലം ദൈവത്തെ കണ്ടുമുട്ടാൻ ശ്രദ്ധിച്ചു നോക്കിയോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം വാതിലടയ്ക്കുന്ന യഹോവയായ ദൈവമാണ്. അന്ന് നോഹയുടെ പെട്ടകത്തിന് നോഹയെ പെട്ടകമുണ്ടാക്കി വാതിലടച്ചത് ദൈവമാണ്. ദൈവം വാതിലടയ്ക്കുന്ന ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. തീരുമാനിച്ചു, നിനക്ക് കൊള്ളാം. എന്താ സംഭവം കേൾക്കുന്നില്ലേ? ദുബായില് ലാൻഡ് ചെയ്യാൻ എത്ര മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു? പ്രൈസ് ദി ലോർഡ്. എത്ര മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയത്തില്ല ഏത് ലാൻഡിങ്ങിലാ നമ്മൾ വീഴാൻ പോകുന്നെന്ന് അറിയത്തില്ല. പ്രൈസ്, ഏത് ലാൻഡിങ്ങും വന്നോട്ടെ. നിനക്ക് ഉറപ്പാണോ? അങ്ങോട്ട് ഉറപ്പാണെങ്കിൽ then അത് മതി. പ്രൈസ് ദി ലോർഡ്. ഒന്നും പേടിക്കാനില്ല. എങ്ങനെ പോയാൽ എന്താ, അവിടെ ചെല്ലുമെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം എന്തുകൊണ്ട് ഞങ്ങളുടെ കണ്ടത്തിൽ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ ജനിച്ചു വളർന്ന കുടുംബമാണ് കണ്ടത്തിൽ കുടുംബം. ആ കുടുംബത്തിന്റെ സൽപ്പേര് ഷെയർ ചെയ്യുവാനോ അവരുടെ ഗ്ലോറി പങ്കുവെക്കുവാനോ അല്ല ഞാൻ ആ പേര് പറയുന്നത്. ഉന്നതന്മാരെന്ന് അവർ നിരൂപിച്ചെങ്കിലും അനർത്ഥം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ വിചാരിച്ച ഒന്നിനും അവരെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇന്നേക്ക് 5 വർഷം കഴിഞ്ഞു. സെപ്റ്റംബർ 98 സെപ്റ്റംബർ 5-ാം തീയതിയാണ് ക്രിസ്തുവിനെ കണ്ടത്തിൽ കുടുംബത്തിൽ ഞങ്ങളുടെ തറവാടിന് മുൻപുള്ള മണിമലയാറ്റിൽ ഇറങ്ങി നിന്ന് ഈ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് പരസ്യമായി സകലരും കാണുക ഞാൻ പറഞ്ഞത്. ഇത് പരസ്യമായിട്ട് ഈ യേശുവിനെ സ്വീകരിക്കാനും ഈ യേശുവിനോട് ചേരുന്നത് ആ സ്നാനമെന്ന് പറയാനും മടിയാണ്. നമ്മൾ ചെയ്യണ്ട. Praise the Lord. There is no compulsion. Praise the Lord. അനുഭവം വന്നു കഴിയുമ്പോൾ മറ്റൊന്നും വിലപ്പോവുകയില്ലെന്ന് വന്നു കഴിയുമ്പോൾ സറണ്ടർ എന്നൊരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്നേരം അങ്ങ് സുല്ലിട്ടാ മതി. അതുവരെ ഓടാവുന്നത്ര ഓടിക്കോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് സംഘടനയിൽ ചേർക്കാൻ വേണ്ടി ഇത്രമാത്രം സാഹസങ്ങൾ ആളുകൾ കാണിക്കുന്നു എന്ന് തെറ്റിദ്ധാരണ വേണ്ട. സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അന്ന് പറഞ്ഞ പോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് അവസരം കൊടുക്കുക അല്ലാതെ ദൈവത്തിന് ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓപ്പർച്യൂണിറ്റീസ് ആർ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. ഇഫ് ഇറ്റ് ഇസ് നെഗ്ലക്റ്റഡ് ഇറ്റ്സ് എ സിൻ. സന്ദർഭങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. അത് നിഷേധിക്കുന്നത് പാപമാണ്. പ്രൈസ് ദി ലോർഡ്. അവസരം തരാൻ മാത്രമേ ദൈവത്തിന് കഴിയുകയുള്ളൂ. മറ്റൊന്നും ദൈവത്തിന് കഴിയുകയില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
കടന്നു വന്ന സംഭവങ്ങളുടെ എല്ലാവരും പറയും സാക്ഷ്യം പറയണമെന്ന് പറയും. പക്ഷെ സാക്ഷ്യം പറഞ്ഞാൽ പലപ്പോഴും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തികച്ചെടുക്കാൻ സമയം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ പറയുകയാണ്. IAS പരീക്ഷ എഴുതിയ പെൺകുട്ടി, യൗവനക്കാരിയായ പെൺകുട്ടി അഹിതമായ ഒരു വാർത്ത കേട്ടൊന്ന് ഞെട്ടിയതേ ഉള്ളൂ. പിന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോഴാ സുബോധം വീണ്ടും കിട്ടുന്നത്. ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് കളിച്ച് നടന്നവർ, ഒന്നിച്ച് ഉണ്ട് മുറങ്ങിയും ജീവിച്ച ജീവിതങ്ങൾ ഞങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ വെച്ച് അനുഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയപരവശരായി. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ച് ഒരേ പ്രായക്കാരെ നോക്കിക്കെ സുബോധമില്ലാതെ ഞങ്ങളുടെ തറവാട്ട് മുറ്റത്തുകൂടെ തെക്കോട്ടും വടക്കോട്ടും 100 മൈൽ സ്പീഡിൽ നടക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മലയാള മനോരമ പത്രം എടുത്ത് വീശി കാണിച്ച സുബോധം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൊച്ചി പെണ്ണാപ്പിളയുടെ അവിടുത്തെ മഹിമയൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും, അല്ലെ മംഗളപത്രങ്ങളൊന്നും വായിച്ചു കേൾപ്പിച്ചാൽ സുബോധം തിരിച്ചു കിട്ടുകയില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ദൈവത്തെ വിളിക്കാൻ പഠിക്കുന്നത് അങ്ങനെയാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചെയ്തത് പലതും ഒന്നും കൊണ്ടും നമുക്ക് രക്ഷയില്ലെന്ന് കാണുമ്പോൾ ആ ദൈവമേ എന്ന് വിളിക്കുന്നത്. ഈ മാർഗത്തിൽ വന്നവരാരും യഹോവയായ ദൈവം നല്ലവനല്ലോ, അവനാണല്ലോ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്, അവനാണല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്, അവനാണല്ലോ തന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നത്, ഇത്ര ഒരു നല്ല ദൈവത്തെ ഞങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കും, ഞാൻ ഈ ദൈവത്തെ അങ്ങ് സ്നേഹിച്ച് കളയാമെന്നും പറഞ്ഞ് ആരും ഇതിനകത്ത് വന്നവരില്ല. ഒരിക്കലല്ലേ പിന്നൊരിക്കൽ അടിയും കൊണ്ട് പുളിയും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തെ കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തിന് എന്താ രക്ഷിക്കാൻ കഴിയത്തില്ലേ, ഈ ദൈവം രക്ഷിക്കാഞ്ഞിട്ടാണോ ഞങ്ങൾ പ്രവാസത്തിലേക്ക് പോകുന്നെന്ന് പറയുന്ന ജനത്തോട് പറയുന്നു, അല്ല, ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിന്നെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ അനുഭവങ്ങൾ വന്ന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത് തിരിഞ്ഞ് ചിന്തിക്കാനാ. പിന്നെയും ശാഠ്യം പിടിച്ച് ഫറവോനെ പോലെ ഹൃദയം കഠിനമാക്കിയ ഒന്നും ചെയ്യാനില്ല. അവസാനം എന്തു പറയും, മുങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ശാഠ്യമാ മത്സരം, ദൈവത്തോട് മത്സരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ നോക്കാം, മധ്യ തിരുവിതാംകൂറില് ആദ്യത്തെ ലേഡി ഡെന്റിസ്റ്റ്. ആദ്യം പറഞ്ഞ ആളെന്ന് പറഞ്ഞ അന്നത്തെ കാലത്തെ BLT പാസ്സായി തിരുവനന്തപുരം കൊട്ടാരത്തിൽ പോയി ടെന്നീസ് പഠിപ്പിക്കുമായിരുന്ന ഒരു സ്ത്രീയുടെ എന്തൊരു പ്രാഗൽഭ്യമാണെന്ന് ചിന്തിച്ചു നോക്കണം. അവരുടെ മകളാണ് മാനസിക രോഗിയായ. എന്തുകൊണ്ട്? പ്രാഗൽഭ്യം കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ആള് നോക്കാം, മധ്യ തിരുവിതാംകൂറിൽ ആദ്യത്തെ ലേഡി ഡെന്റിസ്റ്റ് ആയിട്ട് 18 വർഷം സിംഗപ്പൂരിലിരുന്ന് മടങ്ങി വരുമ്പോൾ ഭർത്താവിന്റെ മാനസിക നില തകർന്നിരുന്നു. ഒരേ ഒരു കുഞ്ഞുണ്ടായിരുന്നു, അതിന്റെ കണ്ണി നോക്കിയാ ജീവിച്ചേ. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ജീവിച്ചപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ 11 kV ലൈനിൽ പിടിച്ച് ആത്മഹത്യ ചെയ്തത് കാണാൻ പോയിട്ട് മടങ്ങി വരുന്നത് സുബോധം നഷ്ടപ്പെട്ടിട്ട. പ്രൈസ് ദി ലോർഡ്. 2 പേര് 3 പേര് മാനസിക രോഗികൾ ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എല്ലാ സുറിയാനി ക്രിസ്ത്യാനിയും പറയുന്ന പോലെ ഞങ്ങളും വന്ന് പറഞ്ഞു, ദൈവേഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടമാ, എന്ത് ചെയ്യാൻ കഴിയും? മൂന്നാമത് വന്ന് ഒരേ ഒരു മകനേ ഉള്ളൂ, മാതാവിനും പിതാവിനും. സാറാഭായ് കെമിക്കൽസിൽ ഉന്നത ഉദ്യോഗം വഹിച്ചുകൊണ്ടിരിക്കെ ചെറിയൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഒന്ന് ബൈക്ക് ചരിഞ്ഞതേ ഉള്ളൂ, മേൽച്ചൊടിയിൽ ഒരു ചെറിയ മുറിവേ ഉള്ളൂ, സാരമില്ലെന്ന് പറഞ്ഞ് ബൈക്ക് വന്നതിലും സ്പീഡിൽ ഓടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേറ്റ് വരുന്നത് തലമുടി വലിച്ചു പറിച്ച് ഷർട്ട് വലിച്ചു കീറി സുബോധമില്ലാത്തവനാണ്. ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, റഷ് ടു കട്ടാക്ക് മെഡിക്കൽ കോളേജ്. പ്രൈസ് ദി ലോർഡ്. എന്താ എല്ലാരും പറയുന്നത്? എന്ത് ചെയ്യും? ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല, നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുക. ഡോക്ടർമാർക്ക് അത്രയല്ലേ പറയാനൊക്കെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. 2 ഡോക്ടർമാരുടെ കൂടെ ഞാൻ താമസിക്കുന്നത്, പക്ഷെ അവർക്കും അത്രേ പറയാൻ കഴിയുള്ളൂ. പ്രശ്നം വന്നാൽ എന്തോ പറയും, നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. അത്രമേ പറ്റത്തുള്ളൂ. ഒരു പരിധി കഴിഞ്ഞാൽ നിന്റെ കൺട്രോൾ അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അതിന്റെ മേൽ കൺട്രോൾ ഇല്ല. നിന്റെ സ്വന്തം ജീവിതത്തിന്മേൽ നിനക്ക് കൺട്രോൾ ഇല്ലാത്ത അനുഭവം വരും. പ്രൈസ് ദി ലോർഡ്. അന്നേരം ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ ഇതൊന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നവൻ? പ്രൈസ് ദി ലോർഡ്. അന്നേരം നമ്മൾ അന്വേഷിക്കും. നമ്മുടെ പിടി മുഴുവൻ വിട്ട് കഴിയുമ്പോൾ, എന്തിനീ രാത്രി വിളിച്ചു പറയുന്ന പിടി മുഴുവൻ വിട്ട് കഴിഞ്ഞിട്ട് അന്വേഷിക്കാനല്ല, അതിനു മുമ്പ് ഈ രാത്രി ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 8 മാസം നേരെ കട്ടാക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ കഴിഞ്ഞ് 8 മാസം ബോധരഹിതനായി കിടന്നു. വൈദ്യശാസ്ത്രം തോറ്റു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സുബോധം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ സുബോധം മടക്കിക്കൊണ്ടുവരുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. 8 മാസം കഴിഞ്ഞ് സുബോധം വരുമ്പോൾ മോണ വളർന്ന് പല്ലുകളെ മൂടിപ്പോയിരുന്നു. മൂത്ത കുഞ്ഞിന് 1 വയസ്സും രണ്ടാമത്തെ കുഞ്ഞിന് 6 മാസവും. ഈ പെൺകുട്ടി ഗർഭിണിയാണ്. 23ാമത്തെ വയസ്സിൽ ഭർത്താവ് ജീവിച്ചിരിക്കെ അവൾ വിധവയായി, പിതാവ് ജീവിച്ചിരിക്കെ കുഞ്ഞുങ്ങൾ അനാഥരായി. പ്രൈസ് ദി ലോർഡ്.
ജീവിതങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞു പോകുന്ന ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഞങ്ങൾ കണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. അന്നാക്കണ്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കണ്ടത്തിക്കാരുടെ എന്താ പറയുന്നത്, അവരുടെ കുടുംബ മഹിമ പ്രകീർത്തിക്കാനല്ല, കുറെ പേരെ പെന്തക്കോസി ചേർക്കാനല്ല. പക്ഷെ ജീവനുള്ള ദൈവത്തെ നീ കണ്ടുമുട്ടേണ്ട സമയത്ത് കണ്ടുമുട്ടില്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ടു പോകും. മടക്കി എടുക്കാൻ വയ്യാത്ത നഷ്ടം, പ്രൈസ് ദി ലോർഡ്, തിരിച്ചു കിട്ടാത്ത നഷ്ടം, കൈ വിട്ടുപോയത് പിന്നെ ഒരിക്കലും പ്രാപിക്കാൻ വയ്യാത്ത നഷ്ടം നിന്റെ ജീവിതത്തിൽ എഴുതുമ്പോ 1, 2, 3 അക്കമിട്ട് എഴുതിയവരാ ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നഷ്ടങ്ങൾ നഷ്ടങ്ങളായിട്ട് മാത്രം അവശേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ട ജീവിതങ്ങൾ എന്നേക്കുമായി പോയി. എന്റെ സഹോദരന്മാരൊക്കെ നോക്ക്, നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ, നല്ല സമർത്ഥർ, നല്ല മിടുക്കന്മാരും മാന്യന്മാരുമായ എന്റെ സഹോദരന്മാരൊക്കെ പൂർണ്ണസമയ മദ്യപാനികൾ. എന്റെ അമ്മയുടെ മടിയിൽ 79ാമത്തെ വയസ്സിൽ എന്റെ 3ാമത്തെ സഹോദരൻ മദ്യപിച്ച് ലിവർ പൊട്ടി എന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് രക്തം ഛർദ്ദിച്ചു മരിക്കുമ്പോൾ 79 വയസ്സുള്ള ആ മാതാവ് അലറി വിളിക്കുന്ന വിളി എന്റെ കാതുകളിൽ ഇന്നും കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. മാർത്തോമ പള്ളിക്ക് 16 ഏക്കർ, അതിനകത്തൊരു പള്ളിയുടെ മുമ്പിലുള്ള 22 കല്ലറകളിൽ നെടുനീളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ സ്ഥാപകനായ കൊച്ചിപ്പൻ മാപ്പിള, അദ്ദേഹത്തിന്റെ മാതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ, 2ാമത്തെ മകൻ, ഇങ്ങനെ പറയുമ്പോൾ മരിച്ചവരുടെ പട്ടികയിൽ ഞങ്ങൾ ഇന്ന് മുൻനിരയിലാണ്. പക്ഷെ ജീവിക്കുമ്പോൾ ഒരിക്കലെങ്കിലും നിനക്ക് മുൻനിരയിൽ വരണമെങ്കിൽ നീ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നടപ്പ് നിന്നെ ജീവിക്കുമ്പോൾ മുൻനിരയിൽ എത്തിക്കുകയില്ലെന്നുള്ളത് വ്യക്തമായി അനുഭവിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കല്ലറ മുന്നിലുണ്ട്, എല്ലാ കല്ലറയിലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ നഷ്ടപ്പെട്ടത് ആര് മടക്കിത്തരും? എന്റെ അമ്മയ്ക്ക് ആ മകനെ നിങ്ങൾ മടക്കി കൊടുക്കുമോ? 42ാമത്തെ വയസ്സിൽ രക്തം ഛർദ്ദിച്ച് മരിക്കുമ്പോൾ 38 വയസ്സുള്ള അവന്റെ ഭാര്യ വിധവയായി, ഒരേ ഒരു മകൻ അനാഥനായി. കൊടുക്കുമോ? ആ പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിനെ നിങ്ങൾ കൊടുക്കുമോ? ആ ചെറുപ്പക്കാരൻ അവന്റെ പിതാവിനെ നിങ്ങൾ കൊടുക്കുമോ? ഒരു സഹോദരിയാ ഞാൻ, എനിക്ക് എന്റെ സഹോദരനെ നിങ്ങൾക്ക് മടക്കി തരുവാൻ കഴിയുമോ? വേദന എന്താണെന്ന് എനിക്കറിയാം. കാരണം മരവിച്ച് ആ മൃതശരീരം ഈ 2 കരങ്ങൾ കൊണ്ട് ഞാൻ ഒരുക്കിയെടുത്തതാണ്. ആരും തൊടാനില്ല. മൂത്ത സഹോദരൻ പറഞ്ഞു, എനിക്കിത് കാണാൻ വയ്യ, എന്റെ ഒക്കത്തെടുത്തുകൊണ്ട് നടന്ന് എന്റെ കൊച്ചനിയന്റെ ശരീരത്തിൽ തൊടുവാൻ എനിക്ക് കഴിയുകയില്ല, എനിക്കത് കണ്ടു നിൽക്കാൻ വയ്യ പെങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ച് നടന്ന എന്റെ നേരെയുള്ള സഹോദരനോട് ചോദിച്ചെന്ന, മോനെ നീ അവനെ ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, പെങ്ങളെ അവന്റെ തോളെ കൈയിട്ട് ഞാൻ ഒന്നിച്ച് നടന്നതാണ്, അവന്റെ ശരീരത്തെ തൊടുവാൻ എനിക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരൊരുക്കും? ഈ പെങ്ങൾ ഒരുക്കി. അതുകൊണ്ടാണ് ഈ പെങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. വേറൊരു പെങ്ങന്മാർക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. ഒരു സഹോദരന്റെ ശരീരം ഒരുക്കിയെടുക്കാനുള്ള ഒരു അനുഭവം എന്റെ പോലെ ഒരു പെങ്ങന്മാർക്കും ഉണ്ടാകരുതെന്ന് ഞാൻ ഇന്നും ആശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രക്തം വാർന്നൊലിച്ച മുഖത്ത് നിന്ന് രക്തം തുടച്ചു മാറ്റി, തലമുടി കോതി ഒതുക്കി, മീശ ട്രിം ചെയ്ത്, അലക്കി തേച്ച് ഉടുപ്പിടിച്ച്, കശവും മുണ്ടുടിപ്പിച്ച് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ എന്റെ ഉള്ളം തേങ്ങുന്നത് ആരെങ്കിലും അറിഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. ആർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു? 16 ഏക്കറിൽ പള്ളി പണിത് കൊടുത്തവരാ ഞാൻ. മാർത്തോമ സമുദായക്കാര് പറയും, എന്തിനാ അന്നാ കണ്ടത്തിലിനെ ഇറക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് വ്യക്തമായിട്ട് പറയും, നിന്റെ സഭയും നിന്റെ പട്ടക്കാരനും നിന്റെ പള്ളിക്കും നിന്നെ ഒരിക്കൽ ഇവിടെയോ വരുവാനുള്ള നിത്യതയോ നിനക്ക് തരാൻ കഴിയുകയില്ലെന്ന് ചലഞ്ച് ചെയ്യാൻ ഞാൻ. പ്രൈസ് ദി ലോർഡ്. മാറിയിരുന്ന അന്നാക്കണ്ടത്തിലിന്റെ പോസ്റ്റർ കീറിയത് കൊണ്ടോ നോട്ടീസ് കീറിയത് കൊണ്ടോ ഈ സുവിശേഷത്തെ നിനക്ക് നശിപ്പിക്കാനൊക്കത്തില്ല. കർത്താവിനെ അവർ കാൽവറിയിൽ തൂക്കിയതാണ്. ഇന്നും അവന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുക. നിനക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാനൊക്കത്തില്ല. സത്യ സുവിശേഷത്തെ ഒരുത്തനും തടുക്കുവാൻ കഴിയുകയില്ല. ദൈവപ്രവൃത്തി കാലാകാലങ്ങളിൽ വെളിപ്പെടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അന്ന് യഹൂദന് വേണ്ടി ഈ മാർഗക്കാരെ തച്ചുടയ്ക്കാൻ വേണ്ടി അന്നൊരു ശൗലിനെ പിശാച് കരങ്ങളിലെടുത്തെങ്കിൽ പിന്നത്തേതിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവനെ പിടിക്കുവാൻ എന്റെ ദൈവത്തിന് മനസ്സായെങ്കിൽ കണ്ടത്തിക്കാരെ പോലെ ഉന്നത കുടുംബങ്ങളെന്നോ നാമധേയ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നവർക്ക് അവരുടെ മാർഗത്തിനോ അവരുടെ രീതിക്കോ അവരുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നിന്നെ നിത്യതയിൽ എത്തിക്കാൻ കഴിയുകയില്ല. നിനക്ക് ഇവിടെ ഇന്ന് വിടുതൽ തരാൻ കഴിയുകയില്ലെന്ന് പറയുവാൻ വേണ്ടി മാത്രം ദൈവം ഇറക്കിയതാ ഒരു അന്നാക്കണ്ടത്തിൽ. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഞാൻ വ്യക്തിപരമായി പറയാണ്, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ദൈവം തന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ തന്നു. രണ്ടാമത്തെ മകൻ ദൈവകൃപയാൽ അവനൊരു പാസ്റ്ററാണ്, ഒരു കോളേജ് ലെക്ചറാണ്. മൂത്ത മകൻ ആഫ്രിക്കയുടെ പ്രദേശങ്ങളിൽ ഈസ്റ്റ് ആഫ്രിക്കൻ എയർലൈൻസിന്റെ CEO ആയിട്ട് ജോലി ചെയ്യുന്നു. എന്റെ ഭർത്താവ് ഒരു പ്രൊഫസറാ. കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടോ കള്ളുകുടിച്ച് അദ്ദേഹം എന്നെ ഇടിക്കുമായിരുന്നിട്ടോ കുടുംബത്തിൽ സമാധാനം ഇല്ലാഞ്ഞിട്ടോ ഞാൻ ഇറങ്ങിയതല്ല. എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച ദൈവത്തിന് ഞങ്ങൾ ഔദാര്യ ദാനങ്ങൾ നടത്തിയിട്ട്, ഞങ്ങൾ പള്ളി പണിയിച്ചിട്ട്, ഞങ്ങൾ പട്ടക്കാരെ ആദരിച്ചിട്ട്, ഞങ്ങൾ ബിഷപ്പുമാരെ സൽക്കരിച്ചിട്ട്, ആണ്ടോടാണ്ട് കൺവെൻഷൻ നടത്തിയിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന സംഭവങ്ങൾക്ക് ദൈവത്തിനൊരു പങ്കില്ലാതെ പോയി? എന്തുകൊണ്ട് ദൈവം ഞങ്ങളുടെ നേരെ കണ്ണടച്ചെന്ന് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി, ഞങ്ങൾ ചെയ്തതിൽ ഒന്നും ദൈവത്തിനൊരു പങ്കുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സാധാരണ മനുഷ്യൻ വിചാരിക്കുമോ, കടം കയറി മുടിഞ്ഞു, ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാ ഞാൻ. കേരളം ആദ്യം ഇന്റർനെറ്റ് എന്നുള്ള ഒരു കാര്യം കേൾക്കുന്നത് എന്റെ നാവിൽ നിന്നാ. കേരളത്തിലെ ഇന്റർനെറ്റ് VSNL എന്ന് പറയുന്ന ഗവൺമെന്റ് ഏജൻസിയുടെ കേരളം മുഴുവൻ എടുത്തിരുന്ന ഫ്രാഞ്ചൈസി ഞാനായിരുന്നു. ഇന്നും VSNLന്റെ ചാനൽ പാർട്ണർ ഞങ്ങളാണ്, ഞങ്ങൾ വേറൊരാളില്ല. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ 1986 DTP അഥവാ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന സംവിധാനം കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് അന്നേക്കണ്ടത്തിലാണ്. 1993 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് മോഡം ഉപയോഗിച്ച് ടെലിഫോൺ ലൈൻ വഴി കമ്പ്യൂട്ടറുമായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവിധാനം കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത അന്നേക്കണ്ടത്തിലാണ്. തൊഴിലില്ലാതെ പണിയില്ലാതെ ഇറങ്ങിയതല്ല. ഈ ഒരു ഇതിലും ശ്രേഷ്ഠമായ ഒരു പണി ദൈവം ഏൽപ്പിച്ചത് കൊണ്ട് പിന്നുള്ള പണി അങ്ങ് വിട്ടേച്ചിറങ്ങിയതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇടുക്കള മാപ്പിള എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നോക്ക്, LDFന്റെ വക്താവായിട്ട് റാന്നിയുടെ പ്രദേശങ്ങളിൽ 2 തവണ മത്സരിച്ചിട്ട് കമ്മ്യൂണിസവും മാർക്സിസവും നിലവിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തെ ജനത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അതേ വേദിയിൽ 38ാമത്തെ വയസ്സിൽ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം മൂലം അവിടെ കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ 32 വയസ്സുള്ള ഭാര്യ വിധവയായി. പ്രസംഗിച്ച പ്രസ്ഥാനങ്ങൾക്കോ തത്വസംഹിതകൾക്കോ അദ്ദേഹത്തിന്റെ പ്രാണനെ പിടിച്ചു കെട്ടാനായില്ല, പിടിച്ചു നിർത്താനായില്ല. ആ വർഷം തീരുന്നതിന് മുൻപേ ഇടുക്കളയുടെ എന്താ പറയുന്നത്, ശവകുടീരത്തിലെ മണ്ണിന്റെ പച്ച മണ്ണ് ഉണങ്ങുന്നതിന് മുൻപേ 4 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ ഏക മകൻ, 4 വയസ്സേ ഉള്ളൂ, ആ 4 വയസ്സുകാരൻ നോക്ക വേലക്കാരി ഓടി അങ്ങോട്ട് റോഡ് മുറിച്ചു കടന്നതിന്റെ പുറകെ റോഡ് മുറിച്ചു കടക്കുമ്പോൾ എതിരെ വന്ന ഒരു ടെമ്പോ തട്ടി ആ റോഡിൽ വീണ് തൽക്ഷണം പിടഞ്ഞു മരിച്ചു. ഭർത്താവിന്റെ മരണം കഴിഞ്ഞ് അതിന്റെ ഓർമ്മകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഭർത്താവിന്റെ മാറിക്കടന്ന് അവർ തലച്ച് കരയുന്ന കരച്ചിൽ എന്റെ കണ്ണ് കണ്ടതാണ്. അതിനു മുമ്പേ ചിന്നി ചിതറിയിട്ട് കൂട്ടിത്തുന്നി ആ കൊച്ചു മകന്റെ, തന്റെ ഏക മകന്റെ ശവശരീരത്തിൽ കിടന്ന് ആ പെൺകുട്ടി തലയ്ക്കിന്ന് കരയുന്നത് ഞാൻ കണ്ടതാണ്. ന്യായവിധി എന്റെ കുടുംബത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാർക്കും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. സാക്ഷ്യം പറയാൻ സമയമെടുക്കാത്തതിന്റെ കാരണം ഇന്ന് അനേക ജീവിതങ്ങൾ ഇവിടെ വിടുവിക്കപ്പെടേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ഒരു വേദവാക്യം നിങ്ങളുടെ മധ്യത്തിൽ വെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ ഇതുപോലെ ഈ അസ്ഥികൂമ്പാരത്തിലായിരുന്നു ഞങ്ങളും. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം കൃപ തന്നത് കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ജീവിക്കയില്ലെന്ന് ആളുകൾ വിചാരിച്ചു. നിങ്ങൾ വിചാരിച്ചു അന്നാക്കണ്ടത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് പിന്നെന്തിനാ ഇവർ ഈ സാഹസത്തിന് മുതിർന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുടുംബത്തിൽ തളർന്നവരുണ്ടായിരുന്നെന്ന്. അവസാന കൈയായിട്ട് പിശാച് ചെയ്തത് എന്റെ ശരീരം 8 മാസം ചലനരഹിതമായി ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന ശരീരമാണിത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കിടക്കണ്ട കേട്ടോ, ഈ രാത്രി ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശത്രു പറയും നിന്നെ കിടത്തുമെന്ന്, എന്നാൽ ദൈവം പറയുന്നു നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന്. ഈ രാത്രി നീ അവന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ നിന്നെ കിടത്തുവാൻ ശത്രു വാദിക്കുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം പറയാണ്, നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് കിടത്താനല്ല, എഴുന്നേൽപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ കുറിവാക്യം അഗൈൻ. അവൻ എന്നോട്,
മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? ഏത് അസ്ഥികളെ കുറിച്ചാ പറയുന്നത്? അതിന്റെ 1, 2, 3 വാക്യങ്ങൾ 1, 2 വേഗം വായിച്ചോട്ടെ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പുറപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ കൈ വന്നു കഴിയുമ്പോഴേ ഒരുത്തം പുറപ്പെടത്തുള്ളൂ കേട്ടോ. ഇത് ഉപജീവനത്തിനായിട്ട് പുറപ്പെടുന്നതല്ല, ദൈവത്തിന്റെ കൈ പുറപ്പെടുവിക്കുന്നു. കാരണം എന്നാ? ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടായി പുറപ്പെടുവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പറഞ്ഞത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. പ്രൈസ് ദി ലോർഡ്. വേറൊന്നും ചെയ്യാനൊക്കത്തില്ല. ആരും വിചാരിച്ചാ പിശാചി എന്ന് പറയുന്നത് എന്തിനാ? പിശാചി പോയിട്ട് ഒരു ഈച്ചക്കുഞ്ഞ് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടിട്ടുണ്ട് മൂക്കിന്റെ അറ്റത്ത് വന്നിരിക്കുന്ന ഈച്ച ഇങ്ങനെ അടിക്കും അങ്ങനെ അടിക്കും, മൂക്ക് നോവല്ലോ എന്ന് കണ്ട് ശ്രദ്ധിച്ച. പക്ഷെ ഈച്ച പോകത്തില്ല, മൂക്കിന്റെ അറ്റത്തിരിക്കുന്ന ഈച്ച പോകത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറപ്പെടുവിച്ചെങ്കിൽ പലതും ദൈവം ചെയ്യിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുന്നവർ വിടുതൽ മാത്രമല്ല, വലിയ ശുശ്രൂഷ പ്രാപിച്ചുകൊണ്ട് പോകണം. അന്ത്യകാലമാണ്, ശുശ്രൂഷ പ്രാപിച്ചു പോകണം. അതിന് അനേകരെ ഈ അസ്ഥി കൂമ്പാരത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനാ ദൈവം നിങ്ങളെ ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. ഒരു കാലത്ത് അത് ഭാരമായി വന്ന കൈയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് അത് ഭാരമായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഭാരമായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ കൂട്ടത്തിൽ വന്നു കഴിയുമ്പോഴാണ് ഈ അസ്ഥികളോട് ദൈവം പറഞ്ഞു ഒരു കാര്യമുണ്ട്. എന്ത് പറഞ്ഞു? നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞു. യഹോവയുടെ വചനം കേൾപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൈ ഭാരമായിട്ട് വന്നിട്ട് ഈ ഏറ്റവും ഉണക്കി ഏറ്റവും അധികമായ അസ്ഥികൂമ്പാരത്തിൽ ഒന്നായിരിക്കുമ്പോൾ ഇന്ന് നിനക്ക് അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൈ ഭാരമാകുമ്പോൾ തിരിഞ്ഞു ചിന്തിക്കണം അതിന്റെ കാരണം എന്താണ്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുള്ള ഒരു ഭാഗമാണ്. 2 ശമൂവേൽ 4-ന്റെ 2-3 കാര്യം എടുത്ത് വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. ഇസ്രായേൽ ഫെലിസ്ത്യരോട് പടയ്ക്ക് പുറപ്പെട്ടു. അവർക്ക് നോക്കിക്കേ, ശമൂവേൽ മുഖേന ദൈവത്തിന്റെ വചനം വന്നു. യുദ്ധത്തിന് ധൈര്യമായിട്ട് പുറപ്പെട്ടതാണ്. എന്നാൽ പട പറന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റു. പ്രൈസ് ദി ലോർഡ്. പട തുടങ്ങി തോറ്റവരായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലിയ ധൈര്യമായിട്ട് പുറപ്പെട്ടതാ. വളരെ എന്താ പറയുന്ന കോൺഫിഡൻസ് അല്ലായിരുന്നു. ചില സാധനങ്ങളിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വളരെ കോൺഫിഡൻസോടുകൂടെ പുറപ്പെട്ടതാ. പക്ഷെങ്കിൽ പട പറന്നു കഴിഞ്ഞപ്പോൾ, ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റു. പ്രൈസ് ദി ലോർഡ്. എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമേ ഉള്ളൂ. പടജനം പാളയത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ തമ്മിൽ ഒരു കാര്യം ചോദിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല, നീ കാരണമാ, നീ മുന്നിൽ നിന്ന് അങ്ങനെ ചെയ്യാഞ്ഞിട്ടാ, നീ പുറകോട്ട് ഓടിയിട്ടാ, നീ തിരിഞ്ഞു നോക്കിയിട്ടാ, ഞങ്ങളൊക്കെയാണ് ഇന്ന് അങ്ങനെ പറയും. എന്തേലും ഒരു വിടുതൽ നടന്നില്ലെങ്കിൽ ആരുടെയും പുറത്തോട്ട് വെക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവര് ചോദിച്ചു, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോക്കുമാറാക്കിയത് എന്ത്? 2 കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, ഇന്ന് നമ്മൾ തോറ്റു. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ വലിയൊരു എന്താ പറയുന്ന, തോറ്റെന്ന് സമ്മതിക്കുന്ന തന്നെ വിജയത്തിന്റെ ആദ്യത്തെ പടിയാ. യഹോവ ഇന്ന് നമ്മെ തോൽക്കുമാറാക്കിയത് എന്ത്? ഇന്നെന്റെ ജീവിതം പരാജയമാണ്. എന്നെ പരാജയത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവേഷ്ടമാണെന്ന് പറയല്, പരാജയത്തിന് എന്നെ വിട്ടുകൊടുത്തത് ദൈവമാണ്. അഥവാ ദൈവകൃപ എന്റെ കൂടെ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൈ ഭാരമായി വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ജനം തിരിഞ്ഞു ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ പരാജയം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? ഞാനും കിടന്നതാന്ന് ഞാൻ പറഞ്ഞില്ല. 8 മാസം കിടന്നു. കിടക്കുമ്പോൾ ആരോ എന്നോട് പറയുകയാണ്, ഒരു പ്രശ്നമില്ല, അവിടെ ചുമ്മാ കിടന്നാൽ മതി, കാര്യം ശുശ്രൂഷിക്കാൻ ജോലിക്കാരിയുണ്ട്, കുളിപ്പിക്കാൻ ആളുണ്ട്, മുടി ചീകാൻ ആളുണ്ട്, പല്ല് തേക്കാൻ ആളുണ്ട്, ആഹാരം കൊണ്ടുതരാൻ ആളുണ്ട്, സുഖമായിട്ട് കിടന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആരോ എന്നോട് പറഞ്ഞു, അടുത്ത ഊഴം നിന്റേതാണ്. ഊഴം
ടാർഗറ്റ് നിൽക്കുക. അവൻ അടുത്ത ആള് ഒരെണ്ണം പോയി കഴിയുമ്പോ അവൻ അടുത്ത ടാർഗറ്റ് നോക്കും. ഞാൻ ഈ പല കാര്യം പറയുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ എന്താ പറയാ ഊതി വീഴ്ത്തുവോ തള്ളി വീഴ്ത്തുവോ ഓടിച്ചിടുവോ എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ സംരംഭങ്ങളൊന്നുമില്ല. ദൈവം തരുന്ന വചനം വെച്ചാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ വ്യാപാരം പഠിക്കണം. നിങ്ങൾ അറിയത്തില്ലെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കണം. അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. ഒരെണ്ണത്തിന് കഴിയുമ്പോൾ അടുത്തതിനെ ഇവൻ ഉന്നം വെക്കും. ഒന്നുകൊണ്ട് അവനങ്ങ് പോകത്തില്ല. അടുത്തതാരാണ് കുടുംബത്തിൽ? ഇന്നലെ ഞാൻ വ്യക്തമായിട്ട് ഇവിടെ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, കുടുംബത്തിൽ കടം ഇങ്ങനെ ഒരാള്, അപ്പൂപ്പന്റെ കാലത്ത് കടമുണ്ടായിരുന്നു, പിന്നെ വന്നു കഴിഞ്ഞാൽ അപ്പന്റെ കാലത്ത് കടമുണ്ട്, നമ്മുടെ കാലത്തും കടമുണ്ട്, മക്കൾക്കും കടമുണ്ട്, എന്നും ഇങ്ങനെ കടമാ. എന്ത് ചെയ്താലും കടമാ. കടത്തിന്റെ ശാപത്തെ ഒന്നും അല്ല ഞാൻ പൊട്ടിക്കുന്നത്. എനിക്ക് ശാപം പൊട്ടിക്കാനൊന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരവർ പൊട്ടിച്ചാൽ മതി, അവരവർക്കുണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം തന്നിട്ടുണ്ട്. കൃപയ്ക്കൊത്തവണ്ണം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്തേച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് എന്ത് പറയുന്നു? ഇതിങ്ങനെ വ്യാപരിക്കുക. കുടുംബത്തിൽ അടുത്ത ടാർഗറ്റ് അവൻ ഇങ്ങനെ നോക്കി 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 പോവുക. ഒരാടെ കഴിഞ്ഞാൽ അടുത്ത ആള്, ഒരു മരണം കഴിഞ്ഞാൽ അടുത്തതാരാണ്, അടുത്തതാരാണ്, അടുത്തതാരാണ്. ടാർഗറ്റ് ഇവൻ ഉന്നം വെച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഉന്നം വെച്ച് ഒരാള് കഴിയുമ്പോൾ അടുത്ത ഊഴം. ഞങ്ങൾ ചോദിക്കുന്നത് അടുത്ത ഊഴം ആരുടേതാ? എന്റെ കസിന് 25 വർഷം കടന്നു. സുബോധം വന്ന ചെറുപ്പക്കാരൻ വന്നപ്പോൾ അവന്റെ മോണ വളർന്ന് പല്ലുകളെ അങ്ങ് മൂടിപ്പോയിരുന്നു. ഒന്നാലോചിച്ച് നോക്കിക്കേ, എന്തൊരു പ്രത്യയശാസ്ത്രം അത്. ശരീരശാസ്ത്രം പഠിച്ചവരല്ലേ. എന്തുകൊണ്ട് സുബോധം വന്ന ചെറുപ്പക്കാരന്റെ ഈ മോണ വളർന്ന് പല്ല് പോന്നെ മൂടിയത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞേ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ബോധമില്ലാതെ കിടക്കുന്ന ചെറുപ്പക്കാരന്റെ മോണ വളർന്ന് പല്ലുകൾ അങ്ങ് മൂടിപ്പോയി. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് 25 ദീർഘവർഷങ്ങൾ ഒരു വീൽ ചെയറിൽ അഭയം പ്രാപിച്ചു. രണ്ടാമത്തെ ഊഴം നോക്കിക്കേ. അടുത്തത് എന്റെ മൂത്ത സഹോദരന്റെ ഭാര്യ. അദ്ദേഹത്തിന് 34 വയസ്സും ഭാര്യയ്ക്ക് 32 വയസ്സും മാത്രമുള്ളപ്പോൾ ഒരു തലവേദന വന്നതാ. വേഗം ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 15 മിനിറ്റിനകം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വലതുകരം തളർന്നു. അടുത്ത 15 മിനിറ്റിനകം വലതുകാൽ തളർന്നു. പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഷ് ചെയ്ത് 2-3 കാറുകളുടെ അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ച് 40 മിനിറ്റിനകം അവിടെ എത്തിക്കുമ്പോൾ ഇടതുകാരം മാത്രം ചലിപ്പിക്കുമാറ് ശരീരം മുഴുവൻ തളർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കയിലായപ്പോൾ എന്നോട് ആരാണ്ട് പറഞ്ഞു, ഇനി അടുത്ത ഊഴം നിന്റേതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഊഴം നിന്റേത് എന്ന് പറഞ്ഞ അടുത്ത ടാർഗറ്റ് നീയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിക്കേ, ഈ 16 വർഷമായിട്ട് പാരാസൈക്കോളജി, മെറ്റാഫിസിക്സ് നോക്ക്, ഹൈന്ദവ മാർഗത്തിലൂടെ പോയി, മൂകാംബികയിൽ 11 വർഷം പോയി, 33 കോടി മന്ത്രങ്ങളുടെ മൂലമന്ത്രം ജപിച്ച്, പിന്നെ അഷ്ടമംഗല്യ പ്രശ്നം ചെയ്ത് ഹൈന്ദവർക്ക് പോലും അറിയാത്ത പരിപാടികളാണ് ഞാൻ ചെയ്യുന്നത്. 3 ജ്യോത്സ്യന്മാരെ ഒന്നിച്ചിരിച്ച് അവിടെ നിരത്തി അവരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് പ്രശ്നത്തിന്റെ പരിഹാരത്തിന് പരിഹാര കർമ്മങ്ങൾ ചെയ്തപ്പോൾ ഒരു 25,000 രൂപയും കൂടെ പോയി കിട്ടി. പരിഹാരം കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ചെയ്തതാ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്നോട് പറയാ അടുത്ത ഊഴം നിന്റേതാണ്. ഞാൻ പറഞ്ഞു നടക്കുകയല്ല. നോ, നടക്കുകയല്ല. എഴുന്നേക്കാനൊന്നുമുള്ള മാർഗം എനിക്കറിയത്തില്ല. പക്ഷെ കിടക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞു. കിടക്കുകയല്ലെന്ന് പറഞ്ഞേച്ച് ഞാൻ എന്റെ ബുദ്ധി കൊണ്ടൊരു തീരുമാനം എടുത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ കിടക്കുന്നതിലും കാര്യം, ഇതിന്റെ എന്റെ മുന്നമേ കിടന്നവരൊക്കെ മിനിമം 16, 25 കിടന്നെടുത്ത് ഇങ്ങനെ ഞാൻ കിടക്കത്തില്ല. ഐ വിൽ ടെർമിനേറ്റ് മൈ ലൈഫ്. ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്നെങ്കിലും എന്ന് പറഞ്ഞ പോലെ കിടക്കുകയല്ല. ഇവിടെ വെച്ച് കോമായല്ല, ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാന്ന് പറഞ്ഞു. തീരുമാനിച്ചു. ഞാൻ അന്വേഷണവും പരീക്ഷണവുമായിട്ട് നടന്ന ആളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീണ്ടും അന്വേഷിച്ചു. ഒരു സിറിഞ്ച് സംഘടിപ്പിച്ചു. കിടക്കുന്ന കിടപ്പിൽ വേണമല്ലോ ഇതെല്ലാം ചെയ്യാൻ. ആർക്കും സംശയമുണ്ടാകരുത്. അടുത്ത അന്വേഷണം ഇൻസ്റ്റന്റ് ആയിട്ട് എന്റെ ഞരമ്പുകളിൽ വിഷം കുത്തിവെച്ചാൽ എങ്ങനെ മരിക്കാൻ കഴിയും, ഏത് വിഷം എങ്ങനെ കൈക്കലാക്കാം, എന്ത് കെയർ ഓഫിൽ അതിനെ എന്റെ കയ്യിൽ കൊണ്ടുവരാം, അത് ഏത് കുത്തിവെച്ചാൽ ഇൻസ്റ്റന്റ് മരണം നടക്കണം. പിന്നെ വലിച്ചെടുത്ത് ആശുപത്രി കൊണ്ടുപോകാനും കുടല് കഴുകാനും ഛർദ്ദിപ്പിക്കാനും നാട്ടിൽ പിന്നെ സംസാര വിഷയമാകാനും നാണം കേട് വരാനും ഒന്നും പറ്റത്തില്ല. ആ നിമിഷം മരിക്കണം.
കാരണം ഇങ്ങനെ ജീവിച്ചിരിക്കാനൊക്കത്തില്ല. ഞാൻ കണ്ടതാ ജീവിതങ്ങൾ കിടക്കുന്ന കിടപ്പ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ താഴ്വരയുടെ നടുവിൽ നിർത്തി കഴിഞ്ഞപ്പോൾ അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ ഏറ്റവും അധികം ഉണങ്ങിയതായിരുന്നു. ഏറ്റവും അധികം ഉണങ്ങി ഏറ്റവും അധികമായ അസ്ഥികളെ കണ്ടതാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ചുറ്റും കണ്ടതാണ്. ഒരുപാട് അസ്ഥികളുടെ കൂമ്പാരം ഞാൻ കണ്ടതാ. ഉണങ്ങിയ അസ്ഥികളെ ഞാൻ കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല, പറയാൻ എന്തുണ്ട്? തൊലിയില്ല, തൊക്കില്ല, ഞരമ്പില്ല, മാംസമില്ല, രക്തത്തിന്റെ മയമില്ലാതെ ഉണങ്ങി ഏറ്റവും അധികം ഉണങ്ങിയ അസ്ഥികൾ. ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പറയാൻ ഒന്നുമില്ല. അസ്ഥി കൂമ്പാരങ്ങളുടെ താഴ്വരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അനേകരെ ഈ അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് അവരെ ജീവിപ്പിച്ച ഒരു സൈന്യമായിട്ട് നിർത്തുവാനുള്ള ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തിയോടുകൂടെ ദൈവം എന്നെ അയച്ചിരിക്കുന്ന ഒരു അസൈൻമെന്റ് ആണത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കിടന്നവർക്കറിയാം അതിന്റെ വേദന. ഞാൻ എന്റെ ജോലിക്കാരിയോട് ചോദിച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ എഴുന്നേറ്റ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് പ്രൈസ് ദി ലോർഡ്, ഇന്ന് ലോകത്തിന്റെ ഒരു പകുതി ഭാഗം ഞാൻ ഒരു 3 മാസം 4 മാസം കൊണ്ട് പകുതി ഭൂഖണ്ഡങ്ങൾ ഞാൻ ചുറ്റിക്കറങ്ങി. ഒരു ദിവസം ഞാൻ കേരളത്തിൽ 200-300 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽപ്പിക്കുന്നവനെ എനിക്കറിയാം, ജീവിപ്പിക്കുന്നവനെ എനിക്കറിയാം, നടത്തുന്നവനെ എനിക്കറിയാം, ഓടിക്കുന്നവനെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അറിയാമായിട്ടാ പറയുന്നത്. വെറുതെ കേട്ടു പറയുന്നതല്ല, വെറുതെ കാണാപ്പാടം വായിച്ചു പറയുന്നതല്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആയിരിക്കട്ടെ എന്ന് ആരേലും പറയുമ്പോൾ അപ്രകാരം തന്നെ എന്നല്ല പറയുന്നത്. പിതാവാര, പുത്രനാര, പരിശുദ്ധാത്മാവാരെന്ന് രുചിച്ചറിഞ്ഞിട്ടായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കിടന്നതാണ്. അങ്ങനെ കിടന്നിടത്ത് നിന്ന് ദൈവത്തിന്റെ കൈ ഭാരമായപ്പോൾ തിരിഞ്ഞു ചിന്തിക്കുവാൻ ദൈവം സുബോധം തന്നു. പ്രൈസ് ദി ലോർഡ്. സുബോധം. ഈ രാത്രി സുബോധമുണ്ടാകണം. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ തിക്തമായ അനുഭവങ്ങൾ വന്നത്? എന്തുകൊണ്ട് ഞാൻ ഇന്നൊരു പരാജയമായിരിക്കുന്നു? എന്തുകൊണ്ട് ദൈവത്തിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു? ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നുകം ഇങ്ങനെ ഒരു നുകം, മിഥ്യാന്യ നുകമെന്ന് പറയുന്ന ഒരു നുകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് അധ്വാനിച്ചാലും ആമ്പിള്ളാർ അനുഭവിക്കും. നിന്റെ ഓട്ടസഞ്ചിയിലാണ് നീ ശേഖരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കടം വരുന്നതിന്റെ കാരണം തികഞ്ഞു പറ്റാത്ത അവസ്ഥ. എന്നും കടം മേടിക്കും. മാസത്തിന്റെ അവസാനമാകുമ്പോൾ കടം മേടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഒടിഞ്ഞു മാറണം. ഈ 2-3 ദിവസം എന്ന് പറഞ്ഞ് വ്യക്തമായ ശുശ്രൂഷ ദൈവം ഇവിടെ നിറപടിയായി നിവർത്തിക്കുക. ഏറ്റെടുക്കുന്നവന് വിടുതലുണ്ട്. ചില നുകങ്ങളാണ്. ഫറവോന്യ നുകം. അത് പറയാ നിന്നെ വിടുകയില്ല. ഇവിടെ കിടന്ന് എനിക്ക് പണി ചെയ്തോളാൻ. എനിക്ക് പണി ചെയ്തു. നിന്നെ ഞാൻ അക്കരെ വിടത്തില്ല, നിന്നെ ഞാൻ അപ്പുറം വിടത്തില്ല. എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നിന്നെ കൊണ്ടാണ് ഇവിടുത്തെ പണിയെല്ലാം. ഇവിടെ ഇഷ്ടിക ചുടാനും ഇവിടെ ഓരോന്ന് പണിയാനും. കച്ചി ഇല്ലെങ്കിൽ പോലും 4 അടി അടിച്ചാൽ മതി. നീ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പണിതോളും. അയ്യം വിളിക്കുകയാണ്. അവസാനം വരുമ്പോ അയ്യം വിളിക്കുകയാണ്. വിട്ടുപോരാൻ വയ്യാത്ത അവസ്ഥ. ഡ്രഗ് അഡിക്ഷൻ, മദ്യപാനം, എന്താ പറയുന്നത്, ചില പ്രത്യേക സ്വഭാവങ്ങൾ. ഇതിൽ നിന്നൊക്കെ ഈ രാത്രി വിടുതൽ എടുക്കുന്ന രാത്രിയാണ്. വിശേഷിച്ചും മദ്യപാനത്തിന്റെ അടിമകളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ട്, ഇന്ന് അതിന്റെ നുകം തകർത്ത് വിടുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. അതൊരു ദുരാത്മാവാണ്. സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് വിടാൻ സമ്മതിക്കത്തില്ല. അധ്വാന ബലം മുഴുവൻ എന്തിന് ചെലവാക്കും? മദ്യപാനത്തിന് ചെലവാക്കും, വെറുക്കൂത്തിന് ചെലവാക്കും, വേണ്ടാത്തതിനൊക്കെ ചെലവാക്കും. ആരെങ്കിലും നീ അധ്വാനിക്കും, അത് വേറെ ആരെങ്കിലും അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അത് വിട്ടുപോരാനൊക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അടിമ നുകം ഇന്ന് പാരമ്പര്യ നുകം ഇന്ന് തകരണം. ദൈവജനം ആരാധിച്ചുകൊണ്ടിരിക്കണം. ചില നുകങ്ങൾ ദൈവം തകർക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില പാരമ്പര്യ നുകങ്ങൾ ഇന്ന് തകരണം. ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടാതെ കുരുട്ട് കണ്ണാക്കിയിരിക്കുന്ന പൈശാചിക നുകങ്ങൾ ഇന്ന് അത് ഒടിഞ്ഞു മാറണം. കുരുട്ട് കണ്ണുകൾ ഈ രാത്രി തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തെ ഈ രാത്രി കണ്ടുമുട്ടണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഓരോ നുകങ്ങളാണ്. അധ്വാനിച്ചാൽ നോക്കാം, മിഥ്യാന്യര് വന്ന് മുഴുവൻ നശിപ്പിച്ചിട്ട് പോകും. ഇവൻ ഓടി എവിടെ പോവും? പർവ്വതങ്ങളും ഗഹ്വരങ്ങളിലും പോവും. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു പ്രാവശ്യം കഴിഞ്ഞു,
ഒരു മാസത്തെ ശമ്പളം മേടിച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് എഴുത്ത് വന്നു അമ്മച്ചിക്ക് സുഖമില്ലെന്ന്. പിന്നെ അത് കഴിഞ്ഞ ചോക്കെ പോട്ടെ, അടുത്ത മാസം ആകട്ടെ എന്ന് വരുമ്പോ അടുത്ത മാസം വരും അനിയന് പ്രശ്നമാണെന്ന്. അത് കഴിയുമ്പോൾ പിന്നെ വരും നമ്മുടെ വീട്ടിൽ ഇവിടെ ആയിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ അടുത്ത മാസം വരുമ്പം കാറിന് പ്രശ്നമായിരിക്കും. എന്താണേലും ഓരോ മാസവും ഓരോന്നുണ്ട് നമ്മുടെ അധ്വാന ബലവും കൊണ്ടുപോകാൻ. മിഥ്യാന്യനുഖം ഒടിയണം ഈ രാത്രി. കടം വന്ന് കയറുന്നതിന് മിഥ്യാന്യനുഖം നിൽക്കുന്നത് കൂടെ കടത്തിൽ വന്ന് അവസാനിക്കുന്നത്. അതൊക്കെ ഈ രാത്രി ഒടിഞ്ഞു മാറണം. ഇവിടെ വന്ന് ഈ മരുഭൂമിയിൽ നിന്ന് കടമുണ്ടാക്കാനല്ല ദൈവം വിട്ടിരിക്കുന്നത്. നിന്റെ നന്മ നീ അനുഭവിക്കണം, നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ അനുഭവിക്കണം. മറ്റൊരാളല്ല അനുഭവിക്കേണ്ടത്. നിന്റെ കൈയുടെ അധ്വാനത്തിന്റെ ഫലം നീ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൈ വന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവാചകൻ പറയുകയാണ്, പ്രവാസത്തിലാണെങ്കിലും പുരോഹിതനാകാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായിരുന്ന പുരോഹിതനോട് ആകാനിരുന്ന യെഹസ്കേലിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ പുരോഹിതനാകണ്ട, എനിക്ക് നീ പ്രവാചകനാകാൻ. പ്രൈസ് ദി ലോർഡ്. ജനത്തിന് നീ പുരോഹിതനാകണ്ട, എനിക്ക് നീ പ്രവാചകനാകണം. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും രണ്ടാകട്ടോ. ജനത്തിന് പുരോഹിതനാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ദൈവത്തിന്റെ പ്രവാചകനാകാനാ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്ന ജനത്തോട് പറയാനാ, അല്ലാതെ നീ പറയുന്നത് ജനം കേൾക്കാനല്ല. ദൈവം പറയുന്നത് ജനത്തോട് പറയാൻ നിന്റെ വായോടുകൂടെ ദൈവം ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ചില ജീവിതങ്ങളെ ദൈവം ശുശ്രൂഷയ്ക്ക് ഈ രാത്രി വേർതിരിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് ദേശത്തോട് അറിയിക്കാനാണ് നിന്റെ വായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ പറയുകയാണ്, ദൈവത്തിന്റെ കൈ എന്റെ മേൽ വന്നു. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവിൽ, വായിച്ചോട്ട വാക്യം ഒന്നാമത്തെ, എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി താഴ്വരയുടെ നടുവിൽ നിർത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, ചില കാര്യം ദൈവം ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിക്കും ദുബായ് വന്ന് ദുബായ് ഫെസ്റ്റിൽ വന്ന് നമ്മൾ പറയാനൊക്കത്തില്ല. അവിടെ നോക്കുമ്പോൾ ആ ജീവിതത്തിൽ കാണാം ഇന്നത് പ്രശ്നം, കണ്ണടച്ചാൽ കാണാം ഇപ്പുറത്ത് പ്രശ്നം, വേറെടുത്ത് നോക്കുമ്പോൾ കാണാം ഇത് പ്രശ്നം. അമേരിക്കയിൽ ചെന്നപ്പോൾ അവർക്ക് എന്നെ ഇച്ഛ ബോധിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അവരെ ഒട്ടും ബോധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവര് നോക്കുമ്പോൾ അമേരിക്ക എന്ത് മനോഹരമായിരിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കെട്ടിടങ്ങളും മനോഹരം, കോമ്പൗണ്ട് എല്ലാം ക്ലീന്. കോമ്പൗണ്ടിൽ അവിടെ പുല്ല് വെട്ടിയില്ലെങ്കിൽ അവർക്ക് ഫൈൻ അടിക്കും, അതുകൊണ്ട് അവർ വെട്ടുന്ന. പ്രൈസ് ദി ലോർഡ്. എന്തായാലും എല്ലാം നന്നായി കാണുന്നുണ്ട്. പക്ഷെങ്കിൽ പ്രശ്നങ്ങൾ ആരും കാണത്തില്ല. കാണുന്നവരൊക്കെ നോക്കുമ്പോൾ നല്ല മനോഹരമായ കാർപ്പറ്റ്, വാൾ ടു വാൾ കാർപ്പറ്റ്, ബേസ്മെന്റിൽ കാർപ്പറ്റ്, പിന്നെ ഇവിടെയുണ്ട് ബാത്റൂമിൽ വരെ കാർപ്പറ്റ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും കാണുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ പതിയെ ഇതൊന്ന് പൊക്കി നോക്കിക്കെന്ന് പറഞ്ഞു. ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ 1, 2, 3 അക്കമിട്ട് തമ്പുരാൻ പറയുന്നത്, ഇതാ ഇവിടെ പ്രശ്നം, ഇതാ ഇവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. നമ്മൾ അവരോട് ചോദിക്കും, എന്തുണ്ട് വിശേഷം, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അവർ പറയും ഗുഡ് എന്ന് പറയും. എന്താ ഗുഡ്? ഒരു ഗുഡുമില്ല. പക്ഷെ അവരങ്ങനെ പറഞ്ഞു ശീലിച്ചിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഒരു ഗുഡുമില്ല, നീ ശരിക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ കാണാം. ഭാര്യയും ഭർത്താവും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി, 13 വർഷമായിട്ട് ഇവൻ ഒന്നീ ബേസ്മെന്റിലോ അല്ലെ വണ്ടിയിലോ കിടക്കുന്നത്. എന്നിട്ട് ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ ഗുഡ് എന്ന് പറയുന്നു, അവളും ഗുഡ് എന്ന് പറയുന്നു. ഗുഡാണോ? പ്രൈസ് ദി ലോർഡ്. ആണോ? പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചുണ്ട ചായം തേച്ച് കഴിഞ്ഞാൽ ഗുഡ് ആകുമോ? പ്രൈസ് ദി ലോർഡ്. ആകുമോ? ഇല്ല. മുടി അങ്ങ് വെട്ടിയിട്ടു അമേരിക്കയിലായതുകൊണ്ട് $300-400 കൊടുത്ത് സാരി ഇന്ത്യയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോ എന്റെ പൊന്ന് തമ്പുരാന് ശീമാട്ടിക്കാരും പട്ടാസുകാരും ഇറക്കുന്നതിലേക്കും വില കൂടിയത് അമേരിക്കയിലെ പെന്തക്കോസുകാരായിട്ട്. കാര്യം ഈ വർഗത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ, അത് മുഴുവൻ സാരിക്കടയിൽ കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ സാരിയും എടുത്ത് മുടിയും വെട്ടിയിട്ട് ചായം ചുണ്ട തേച്ച് കഴിഞ്ഞേച്ച് പോയി പ്രൈസ് ആൻഡ് വേർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, ഇവക്ക് പ്രൈസ് ചെയ്യാനും വേർഷിപ്പ് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല, ഇവിടെ വീട്ടിൽ നടക്കുന്ന ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തമ്പുരാൻ കൊണ്ട് നിർത്തിയാൽ ഇതിന്റെ നടുക്ക് നിർത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ നടുക്ക് നിന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും എന്താ കാണുന്നത്? അസ്ഥികൾ. പ്രൈസ് ദി ലോർഡ്. നടുക്ക് നിന്ന് 4 ചുറ്റും പ്രവാചകൻ നോക്കുകയാണ്. കാണുന്നത് എന്താണ്? അസ്ഥികളുടെ, വായിച്ചോട്ടെ, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. 1, 2 ഒന്നുമല്ല, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ മീറ്റിംഗിന് വരുന്ന ജീവിതങ്ങൾക്ക് ഈ വർഷം 2004 വിടുതലിന്റെ വർഷമാണ്. പ്രൈസ് ദി ലോർഡ്.
ഉറപ്പാണ്. 2004 വിടുതൽ കൽപ്പിച്ചിട്ടാ ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസലോ. ഇനി നിന്റെ സ്ഥാനം അവിടുന്ന് അസ്ഥിക്കുമ്പാരത്തിൽ നിന്ന് താഴ്വരയിൽ നിന്ന്, അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് ദൈവം നിനക്ക് പ്രൊമോഷൻ തരാൻ പോവാ. പ്രൈസലോ. എന്തിനാ പ്രവാചകനെ കൊണ്ടുവന്ന അസ്ഥികളുടെ താഴ്വരയിൽ നിർത്തിയെന്നറിയാവോ? അസ്ഥികൾക്കൊരു പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ പ്രവാചകൻ ഇതിനകത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും എന്റെ തമ്പുരാനെ എന്തിനാ ഇതിനകത്ത് എന്നെ കൊണ്ടുവന്നത്? പോകാനങ്ങ് ദിവസം എണ്ണിയിരിക്കുക. പെട്ടിയൊക്കെ ഞാൻ പാക്ക് ചെയ്തേച്ച ഇവിടെ ദുബായി വന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ ഫ്ലൈറ്റ് എന്ന് ചോദിച്ച് ഞാനിങ്ങനെ നിൽക്കുക. കാര്യം ചോദിക്കുക, എങ്ങോട്ട് നോക്കിയാലും പ്രശ്നങ്ങൾ. പ്രൈസ് ദി ലോർഡ്. കണ്ണടച്ച പ്രശ്നങ്ങൾ, കണ്ണ് തുറന്ന പ്രശ്നങ്ങൾ, ജീവിതം തകർന്ന് കുപ്പിച്ചില്ല് പോലെ ഉടഞ്ഞ ജീവിതങ്ങൾ, കുടുംബജീവിതം താറുമാറായത്. നോക്കൊരു ജോലി എന്ന് പറഞ്ഞിട്ട് ആരോഗ്യമില്ല, ജോലിയില്ല, ഭൗതിക നന്മയില്ല, കുടുംബത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നീ അവിടെ പോയി നിൽക്കണം. നീ അസ്ഥികളുടെ താഴ്വരയിൽ നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ? താഴ്വരയിലെ അസ്ഥികളെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസ്ഥികൾ കൊണ്ട് താഴ്വര നിറഞ്ഞിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ വാക്കുകളുടെ അർത്ഥം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അസ്ഥികളുടെ താഴ്വര. പ്രൈസ് ദി ലോർഡ്. അസ്ഥികളുടെ താഴ്വര. എന്നെങ്കിലും കണ്ണു തുറന്ന് ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? ദുബായ് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കേരളമാണെന്ന് പറയും. പക്ഷെ ഇതിനകത്തുള്ള ജീവിതങ്ങളെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? വട്ടം കറങ്ങി ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഒരു മുഖത്തെങ്കിലും ഒരു മനസ്സ് നിറഞ്ഞ ഒരു സ്ഥിതി, ഒരു പുഞ്ചിരി ഈ മുഖത്ത് കാണാൻ നോക്കുവോ? ടെൻഷനാ, ഭയങ്കര ടെൻഷൻ. പ്രൈസ് ദി ലോർഡ്. എവിടെ തികഞ്ഞു പറ്റാനാ? എന്ന് പ്രശ്നം തീരാനാ? എവിടെ ഒപ്പിച്ചെടുക്കാനാ? പ്രൈസ് ദി ലോർഡ്. നീ ഇവിടുന്ന് നാട്ടിലോട്ട് ചെന്നാൽ സൗകര്യമുണ്ടോ? അതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കണം. അവിടോട്ടൊന്ന് ഓടിപ്പോവുകയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പം തുടങ്ങും അവിടുത്തെ പ്രശ്നം. അവിടെ ചെന്നാലും പ്രശ്നം, ഇവിടെ വന്നാലും പ്രശ്നം. അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് ഈ രാത്രി എന്റെ ദൈവം നിന്നെ ജീവിക്കുന്ന സൈന്യമായിട്ട് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവയുടെ ഇടയിൽ കൂടെ എന്തോ ഒരു അൺപ്ലസന്റ് എക്സ്പീരിയൻസ് ആണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇണങ്ങി അസ്ഥികളുടെ ഇടയിൽ കൂടെ ചുറ്റി 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 നടക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ദ മോസ്റ്റ് അൺപ്ലസന്റ് എക്സ്പീരിയൻസ് വൺ ക്യാൻ ഹാവ്. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടപ്പെടുമോ? ജീവിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ കുറച്ചു നേരം നടന്നാൽ നമുക്ക് മടുക്കുമെങ്കിൽ ഉണങ്ങിയ അസ്ഥികളെ ദൈവം കാണിക്കുക. ഓരോ അസ്ഥിയും തൊട്ട് എന്റെ തമ്പുരാൻ പറയുകയാണ്, നിനക്കറിയാമോ ഇവന്റെ കഥ? നിനക്കറിയാമോ ഈ അസ്ഥിയുടെ കഥ? പുത്തൻപറമ്പിൽ കണ്ടത്തിൽ യശശരീരനായ കൊച്ചിപ്പൻ മാപ്പിളയും കൊച്ചുമക്കളും ദേ കിടക്കുന്നു ഒരു വശത്ത്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനോട് ഓരോ അസ്ഥിയും തൊട്ട് അസ്ഥികളുടെ കഥ പറയുകയാണ് എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഓരോ അസ്ഥിയുടെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടക്കുമ്പോൾ പറയുകയാണ്, നിനക്കറിയാമോ ഇതാരാണെന്നറിയാമോ? നിനക്കറിയാമോ ഇതാരായിരുന്നെന്ന് നിനക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ അലൈനിൽ ചെന്നപ്പോൾ MM ലോറൻസിന്റെ മകളെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയിലായി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരം പലതും നേടാമെന്ന് വിചാരിച്ചെങ്കിൽ അവസാനം ആസ്തികളുടെ താഴ്വരയിലായിരുന്നപ്പോൾ ദൈവം പ്രവാചകനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഓരോ അസ്ഥിയുടെയും കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അസ്ഥികളുടെ താഴ്വരയിൽ അതിന്റെ ഇടയിലൂടെ ചുറ്റി 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 നടക്കുമ്പോൾ കാണുകയാണ് ആരായിരുന്നു, എന്തായിരുന്നു. രാഷ്ട്രീയ മേലാളത്വമുണ്ടായിരുന്നു, കുടുംബ പാരമ്പര്യമുണ്ടായിരുന്നു, വിദ്യാഭ്യാസം പറയാനുണ്ടായിരുന്നു, പിന്നെന്താ പള്ളിയിൽ പറയാനാണ് പ്രമാണിത്തമുണ്ടായിരുന്നു. പലതും പറയുവാനുള്ള അസ്ഥികൾക്ക് ഇന്നും മിണ്ടാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് പലതും ഉറക്കെ പറഞ്ഞ്, പലതും പ്രസ്താവിച്ച്, പലതും തെളിയിച്ച്, പലതുമാണെന്ന് അഭിമാനിച്ച അസ്ഥികളുടെ കിടപ്പ് കണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, പ്രവാചകനോട് കർത്താവ് ചോദിക്കുകയാണ്, പ്രവാചകനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. പ്രവാചകനോട് ചോദിക്കുകയാണ്, നീ ഇതിന്റെ അവസ്ഥ കണ്ടോ? അസ്ഥികളുടെ താഴ്വരയിൽ വായിച്ചട്ട വാക്യം. അവ താഴ്വരയിൽ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഉണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണങ്ങി വേർപെട്ട് ഒരസ്ഥി അസ്ഥിയോട് തൊടാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഉണങ്ങി കിടക്കുന്ന അസ്ഥികൾ തമ്മിൽ ബന്ധമില്ല. ഇടത് കൈ വലത് കൈയെ അറിയുന്നില്ല.
തലയോട്ടി കാലുകളെ അറിയുന്നില്ല. പരസ്പരം അറിയാതെ കിടക്കുന്ന അസ്ഥി ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? നിന്റെ ലോജിക്കിന് ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് രാത്രി ചോദിക്കുകയാണ്, നിന്റെ ബുദ്ധിയിൽ എന്ത് പറയുന്നു? ജീവിക്കുമോ? എഴുന്നേക്കുമോ? നടക്കുമോ? ചലിക്കുമോ? ഇതിനെന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ ഒരു കസിൻ ഇവിടെ കണ്ട് ദുബായിലോ ഏതാണ്ട് ഒരു സ്ഥലത്തായിരുന്നു, എനിക്കറിയത്തില്ല. എന്റെ ഹസ്ബൻഡിന്റെ ഒരു കസിനാ. ഇവിടെ ഏതാണ്ട് ലോട്ടറി അടിച്ച് കോടികൾ അടിച്ച് നാട്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. വന്ന വർഷം തന്നെ ഹാർട്ട് ബ്ലോക്ക് ആയിട്ട് 4 or 5 ബ്ലോക്ക്, ഒരു മേജർ ഹാർട്ട് ഓപ്പറേഷൻ. കുറച്ചു കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ബ്ലഡ് ക്യാൻസർ. നമ്മൾ വിചാരിക്കും പണമായി കഴിയുമ്പോൾ എല്ലാം ശുഭവും മനോഹരവുമായിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും പണം എന്റെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രശ്നമെല്ലാം തീർന്നു, അതുകൊണ്ട് എന്റെ ജീവിതം വളരെ ശുഭവും മനോഹരവുമായിരിക്കുന്നുവെന്ന്. ഇപ്പൊ ഒക്കെ പെന്തക്കോസുകാരോട് സ്തോത്രം പറയണമെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ പുട്ട് കുത്തുന്ന പോലെ കുത്തി ഒരു സ്തോത്രം പറയാമോ? പിച്ച് മാസ്റ്റർ ചോദിക്കും, ഒരു സ്തോത്രം പറയാമോ? ഞാൻ പറയത്തില്ല. സ്തോത്രം പറയുന്നതിന് കൃപ, ഇത് ദൈവത്തിന്റെ കൃപ എന്നറിയുന്നവൻ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആ ക്രാഷ് ലാൻഡ് ചെയ്ത പ്ലെയിനിൽ ഞാനില്ലായിരുന്നല്ലോ, ദൈവമേ കൃപ. ആ കണ്ടെയ്നർ ഞാൻ പോയ വണ്ടിയിലോട്ടല്ലല്ലോ മറിഞ്ഞത്, ദൈവമേ നിന്റെ കൃപ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ടതാണല്ലോ, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ച വിഷയം ഞാൻ കേട്ടതാണല്ലോ, കർത്താവേ ഇത് ഞങ്ങളുടെ ജീവിതത്തിലല്ലല്ലോ വന്നത്. കുഞ്ഞുങ്ങൾ പോയി നഷ്ടപ്പെട്ട് കടലിൽ പോയത് കേട്ടതാണല്ലോ, അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ ഇല്ലാതെ പോയല്ലോ, ദൈവമേ നിന്റെ കൃപ. ഇത് ഓർക്കുന്നവൻ അറിയാതെ കൃപ എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ അങ്ങ് മറന്നുപോയി കഴിയുമ്പോഴാണ് സ്തോത്രം വരാത്തത്. പ്രൈസ് ദി ലോർഡ്. പലതും നോക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപ എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അറിയാതെ സ്തോത്രം വരും. സ്തോത്രം വരണമെങ്കിൽ അവൻ ചെയ്യുന്ന നന്മകൾ ഓർക്കണം. ഈ അസ്ഥിക്കൂമ്പാരത്തിൽ ഞാൻ വരാതെ ദൈവമേ ജീവനോട് നിർത്തിയിരിക്കുന്ന അവിടുത്തെ കൃപ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനോട് ചോദിച്ചു, മനുഷ്യപുത്ര, വാട്ട് ഡു യു സേ? നിന്റെ വൈദ്യശാസ്ത്രം എന്ത് പറയുന്നു? ഈ അസ്ഥി ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ടെക്നോളജി എന്ത് പറയുന്നു? ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ കുലമഹിമ എന്ത് പറയുന്നു? ഈ അസ്ഥികൾ ജീവിക്കുമോ? നിന്റെ രാഷ്ട്രീയ സ്വാധീനം എന്ത് പറയുന്നു? ഇവ എഴുന്നേൽക്കുമോ? പ്രൈസ് ദി ലോർഡ്. പറ. ഏത് വെച്ചിട്ട് നിനക്കറിയാവുന്ന എല്ലാം വെച്ച് പറ. ഏത് ഗ്രൗണ്ടിൽ ഇത് എഴുന്നേൽക്കും? ഏത് ഗ്രൗണ്ടിൽ ഇത് ജീവിക്കും? പറ. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനോട് പറഞ്ഞു, നീ ഒത്തിരി കണ്ടതും കേട്ടതുമല്ലേ, നിന്റെ അറിവിൽ ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നിന്റെ അവസ്ഥയെ ജീവിപ്പിക്കാൻ എന്തിന് കഴിയും? സാങ്കേതിക വിദ്യക്ക് കഴിയുമോ? 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 വൈദ്യശാസ്ത്രത്തിന് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. കുടുംബ പാരമ്പര്യത്തിന് കഴിയുമോ? പള്ളിയിലെ നിന്റെ പ്രാമാണിത്വത്തിന് കഴിയുമോ? നിന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കഴിയുമോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനും കഴിഞ്ഞില്ല. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു. എന്തു പറഞ്ഞു? കർത്താവേ നീ അറിയുന്നു. യെസ്, യഹോവയായ കർത്താവേ നീ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നീ അറിയുന്നു. നിനക്ക് മാത്രം അറിയാം. എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ അറിവിൽ, എന്റെ അനുഭവത്തിൽ, എന്റെ ലോകപരിചയത്തിൽ ഇത് ജീവിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. എന്നാൽ നിനക്കറിയാം. നിനക്ക് മാത്രം അറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് മാത്രം അറിയാം. ഞാൻ എവിടെയോ പറഞ്ഞതാണ്. നോക്ക, മല്ലപ്പള്ളിയുടെ പ്രദേശത്ത് ഒരമ്മ 4 പെൺമക്കൾക്ക് വിഷം കൊടുത്ത് നൊന്തു പ്രസവിച്ച മാതാവ് മരിക്കുവാൻ തീരുമാനിച്ചു. കാരണം എന്താണെന്നറിയോ? പിതാവ് പൂർണ്ണസമയ മദ്യപാനി, സഹോദരൻ പൂർണ്ണസമയ മദ്യപാനി, ആകെക്കൂടെ വരുമാന മാർഗം ഒരു പെട്ടിക്കട. മൂത്ത മകൾക്ക് 28 വയസ്സ്, രണ്ടാമത്തേതിന് 26, പിന്നെ 24, പിന്നെ 22. പ്രൈസ് ദി ലോർഡ്. അവര് പറഞ്ഞു, ഈ അസ്ഥി ഒരിക്കലും ജീവിക്കത്തില്ല, ഇതിന് ജീവിക്കാൻ ഒരു വകുപ്പും ഞാൻ കാണുന്നില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കിയിട്ടൊരു വകുപ്പുമില്ല.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ചോദിക്കും, എന്താ നൂലെ കെട്ടി ആകാശത്തുനിന്ന് ഇറക്കി തരുമോ? ഇറക്കി തരും. വിശ്വസിക്കുന്നോ? നീ വിശ്വസിച്ചാൽ ഇറക്കി തരുന്ന ദൈവത്തെയായി രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നൂലെ കെട്ടി ഇറക്കുന്ന ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിന്റെ വെളിച്ചം അവര് പറഞ്ഞു, നമുക്ക് മരിക്കാം മക്കളെ, ഇനി എന്നാ? മൂത്തവളെ കെട്ടിച്ച് 28-കാരിയെ കെട്ടിച്ചിട്ട് പിന്നെ വേണമല്ല 26, 24, 22 പാസ്സായി പോകാൻ. എങ്ങനെ നടക്കാനാ മോനെ? നടക്കത്തില്ല. ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. ഒരു കാര്യം ഞാൻ ചെയ്യാം, നമുക്ക് ഒന്നിച്ചു മരിക്കാം. ജീവിക്കുന്നത് കാണാൻ കഴിയുകയില്ലെങ്കിൽ ഒന്നിച്ചു മരിച്ചേക്കാം. വിഷം മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് അവർ മരിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ നിലമ്പൂരിന്റെ പ്രദേശത്ത് ഒരു കർത്താവിന്റെ ദാസിയെ ദൈവം വെളിപ്പാട് കാണിച്ചു കൊടുത്തു. മല്ലപ്പള്ളിയിൽ, സ്ഥലം മല്ലപ്പള്ളി, റോഡ് ഇന്നത്, വീട് ഇന്നത്, അഡ്രസ്. നിന്റെ അഡ്രസ് എന്റെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഞാനിന്ന് രാവിലെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, മറിയ സാധാരണക്കാരിയായ മറിയ, തച്ചനായ യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ. അവളുടെ പേര് അല്ലാതെ വചനത്തിൽ ഒന്നും പറയുന്നില്ല. കുടുംബത്തിന്റെ പേര് പറയുന്നില്ല, അപ്പന്റെ പേര് പറയുന്നില്ല, അവിടെ ഡിഗ്രി പറയുന്നില്ല, ഡിപ്ലോമ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പറയുകയാണ്, അവളുടെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ, ദൈവമായ തന്റെ ദൂതനെ അയച്ചു. ഇവിടെ എങ്ങനെ അറിയുന്ന? സെൽഫോൺ ഉണ്ടോ എന്നാ വിളിക്കാം, ഇല്ലെങ്കിൽ ലാൻഡ് ഫോണെങ്കിലും ഉണ്ടോ എന്നാ പറയാം. പ്രൈസ് ദി ലോർഡ്. പോസ്റ്റ് ബോക്സ് ഉണ്ടോ എന്നാൽ അയക്കാം. ഇതൊന്നും മറിയക്കില്ലായിരുന്നു. സെൽഫോണും ഇല്ലായിരുന്നു, ലാൻഡ് ഫോണും ഇല്ലായിരുന്നു, പോസ്റ്റ് ബോക്സും ഇല്ലായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അവളുടെ അടുത്ത് അയച്ചെന്ന്. നിന്റെ പേരും അഡ്രസ്സും ആരുടെ കയ്യിലുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടുകാരോട് ചോദിച്ചാൽ കാശ് അയക്കാത്തതുകൊണ്ട് നിന്റെ പേരും അവർക്കറിയത്തില്ല, ഫോൺ നമ്പറും അറിയത്തില്ല, പോസ്റ്റ് ബോക്സും അറിയത്തില്ല, നീ ഉണ്ടോ ചത്തോ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയത്തില്ല. മലയാള മനോരമയുടെ ചരമവാർത്തയിൽ വന്നെങ്കിൽ മാത്രം അറിയാം ഒരുത്തൻ ചത്തെന്ന്, അല്ലെങ്കിൽ ജീവിക്കുന്നു എന്ന് പോലും അവർക്കറിയത്തില്ല. ചത്തെങ്കിൽ ചത്തെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ തമ്പുരാൻ അറിയാം. തമ്പുരാൻ പറഞ്ഞു, നോക്കിക്ക്, അവിടെ ആ ഗ്രാമത്തിൽ ആരും അറിയാത്ത ഒരു പെണ്ണുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ വീട് ഇതാണ്, അവരുടെ വീട്ടുപേര് ഇതാണ്, അവരുടെ വഴി ഇതാണ്, അഡ്രസ് ഇതാണ്, അവിടോട്ട് ഇറങ്ങിച്ചെല്ലാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തമ്പുരാന്റെ കയ്യിലുണ്ട് എല്ലാവരുടെ അഡ്രസ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പേരും അഡ്രസ്സും തമ്പുരാന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിന്നെ അറിയുന്ന ദൈവത്തെ വേണം നീ അറിയാൻ. നിന്നെ അറിയാത്ത ദൈവത്തെ നീ അറിയരുത്. നിന്നെ അറിയുന്ന ദൈവത്തെ, നിന്റെ തലയിലെ തലമുടി പോലും എണ്ണിയിരിക്കുന്ന ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നവൻ, നിന്നെ നടത്തുവാൻ കഴിയുന്നവൻ, നിന്നെ ജീവിപ്പിക്കുവാൻ കഴിയുന്നവന് ഈ രാത്രി നീ തിരിച്ചറിയുന്ന രാത്രിയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വായിച്ചേ. എന്ത് പറഞ്ഞു? കർത്താവേ നീ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. യു നോ. അത്രയും ഒന്ന് സമ്മതിച്ചു കൊടുക്കാമോ? ഈ രാത്രി അവൻ പറയുകയാണ്, കർത്താവായ യഹോവ. അടുത്ത വാക്യം വേഗം വായിച്ചേ. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. അസ്ഥികളോട് നീ പ്രവചിക്കണം. എന്ത് പ്രവചിക്കണം? ഉണങ്ങിയ അസ്ഥികളെ, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. കേൾക്കാമോ ഈ രാത്രി? ഹല്ലേലൂയ. ഈ രാത്രി കേൾക്കാമോ? ഹല്ലേലൂയ. ഈ രാത്രി അവന്റെ വചനം കേൾക്കാമോ? അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളവര്. പെന്തക്കോസ്തുകാര് പറയുന്ന കേൾക്കണ്ട, മാർത്തോമക്കാര് പറയുന്ന കേൾക്കണ്ട, CSIക്കാര് പറയുന്ന കേൾക്കണ്ട, 33 കോടി ദൈവങ്ങൾ പറയുന്നത് കേൾക്കണ്ട. ദൈവത്തിന്റെ വചനത്തിന് നിനക്ക് ചെവി കൊടുക്കാമോ? ഈ രാത്രി അവൻ ചിലത് കൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ കാറ്റുകളോട് പ്രവചിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. കാറ്റ് എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് എവിടെ നിന്ന് വന്ന് എവിടേക്ക് പോകുന്നെന്ന് അറിയത്തില്ല. പക്ഷേ അതിനോട് കൽപ്പിക്കാൻ പോവുകയാണ് ദൈവം. പക്ഷെ നിനക്ക് ബുദ്ധിയുണ്ട്, ലോജിക് ഉണ്ടെങ്കിൽ നീ മാർത്ത പറഞ്ഞ പോലെ, മറിയ പറഞ്ഞ പോലെയും പറയും. എന്തോ പറയും? കർത്താവേ, ഹാഡ് യു ബീൻ ഹിയർ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ, എന്റെ സഹോദരൻ ഇങ്ങനെ സംഭവിക്കത്തില്ല. അന്ന് നീ ഉണ്ടായിരുന്നെങ്കിൽ. അവൻ രോഗിയായിരുന്നപ്പോൾ, നോക്ക്, അവന്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ, അല്ല മരിച്ച് അടക്കുന്നതിന് മുൻപ്, കർത്താവേ നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ
മരിക്കയില്ല എന്ന്. ഈ സഹോദരിമാര് തമ്മിൽ എപ്പോഴും ഐക്യമില്ല. ഒരിക്കൽ ഇവള് പറഞ്ഞതാ, നോക്കിക്കേ കർത്താവേ, ഇത്രയും ജോലി കിടക്കുന്ന വിരുന്നുകാരും ഉള്ളിടത്ത് ഇവളോട് പറ എന്നെ ഒന്ന് സഹായിക്കാൻ. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായമാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാ, മെച്ചവള് പറഞ്ഞു, മെച്ചവളാണെ മുഖം കൂർപ്പിച്ച് അവിടെ ഇരുന്നതാ. ഇവള് എന്ന് പറഞ്ഞു ഗുരു നിന്നെ വിളിക്കുന്നത്. ഗുരു വിളിച്ചെന്ന് ഇതിനകത്ത് ഒറ്റ ഒരിടത്ത് പോലും എഴുതിയിട്ടില്ല. ഇങ്ങനൊക്കെ പറഞ്ഞ് ഞങ്ങള് വന്ന് വിളിക്കുന്നത് എന്തിനാണെന്നറിയ, വരാനായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവ് വിളിക്കുന്നു, നിന്നെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാം. അല്ലെങ്കിൽ വരത്തില്ല. മുഖവും കൂർപ്പിച്ച് അവിടെ ഇരിക്കും, അടിയും കൊണ്ട് പിന്നെ അവിടെ ഇരിക്കും. കരഞ്ഞ് പരിഭവിച്ചിരിക്കുന്നിടത്ത് നിന്ന് നീ യേശുവിന്റെ അടുത്ത് വരാനാ ഇത് പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഗുരു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മറിയ എഴുന്നേറ്റ് ചെന്നു. അവൾ നെടുമ്പാട് വീണ് കരഞ്ഞു പറയുകയാണ്. എന്തു പറഞ്ഞു? ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഹാഡ് യു ബീൻ ഹിയർ. രണ്ടുപേർക്കും ഒരേ അഭിപ്രായം അല്ലേ? ഒരുത്തി കാൽക്കൽ ഇരുന്ന് കേട്ടതാണ്, ഒരുത്തി അടുക്കളയിൽ നിന്ന് കേട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ രണ്ടുപേരും പറയുന്നത് അന്ന് നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? ഇനിയിപ്പൊ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കഴിയുമോ? മരിച്ചു. ദിവസം 3 കഴിഞ്ഞു. നാറ്റം വെച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് അവൻ കൽപ്പിക്കാൻ പോയി. അവൻ പറഞ്ഞു, ഒറ്റ കാര്യമേ അവൻ പറഞ്ഞുള്ളൂ. എന്തു പറഞ്ഞു? നീ പ്രവചിച്ച് പറയണം, കാറ്റിനോട് പ്രവചിക്കണം. ഇതിനെ ഞാനാണ് ചിലത് ചെയ്യുന്നത്. നോക്ക്, ഇതിന് തൊക്ക് വന്ന്, ഇതിന് മാംസം വന്ന്, ഞരമ്പ് പിടിപ്പിച്ച് ഇതിന്മേൽ ശ്വാസം വരുത്തുകയാണ്. കാരണം ഞാൻ ആരാണെന്നറിയാമോ? യെഹെസ്കേൽ 37:13 വായിച്ചു, 12 തൊട്ട് വായിച്ചാട്ടോ. വേഗം വായിക്കും. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്. ഇന്ന് ചിലത് തുറക്കാൻ പോവാ, ദൈവം തുറക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ശത്രു അടച്ചിരിക്കുന്ന കേട്ടോ, കാലങ്ങളായിട്ട് അടച്ചിരിക്കുന്നത് ദുബായിയുടെ പ്രദേശത്ത് കൊണ്ട്, നാട്ടിൽ നിന്നല്ല ഇവിടെ കൊണ്ട് അടച്ചിരിക്കുന്ന ചിലത് ഈ രാത്രി എന്റെ ദൈവം തുറക്കാൻ പോയി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി എന്റെ ദൈവം ചിലത് തുറക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും തരത്തില്ലെന്നും ഒരിക്കലും നീ വെളിച്ചം കാണുകയില്ലെന്നും വാത് കെട്ടി ചിലത് അടച്ചു വെച്ചിരിക്കുക. അക്കമിട്ട് ഞാൻ പറഞ്ഞു തരാം. നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ലെന്ന് പിശാച് പറഞ്ഞു. ഇന്ന് ചില കുടുംബജീവിതത്തിന് വിടുതല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചില കുടുംബജീവിതം സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ, പരസ്പരം മുഖത്ത് നോക്കാത്ത ചില ജീവിതങ്ങളെ ദൈവം ഇന്ന് വിടുവിക്കാൻ പോകും. ചിലത് യഥാസ്ഥാനപ്പെടുത്താൻ പോകും. ആർക്കും അറിയത്തില്ല, പക്ഷെങ്കിൽ നിനക്കറിയാം, ദൈവത്തിനും അറിയാം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്റെ കുഞ്ഞ് ഒരു കുടുംബജീവിതം തരികയില്ലെന്ന് വാത് കെട്ടി ഇവൻ അടച്ചുറപ്പാക്കി പറയുകയാണ്. അവൻ പറയുകയാണ്, അടച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ തലമുറ, നിന്റെ അമ്മയ്ക്കൊരു ജീവിതം ഞാൻ കൊടുത്തില്ല, നിന്റെ അമ്മൂമ്മയ്ക്കൊരു ജീവിതം കൊടുത്തില്ല, നിന്റെ മാവിമാർക്ക് ആർക്കും ജീവിതം കിട്ടിയില്ല, അതുകൊണ്ട് നിനക്കും തരത്തില്ല, അടുത്ത എന്റെ ഹിറ്റ് ലിസ്റ്റ് നീയാണെന്ന് പറഞ്ഞ് പിശാച് അടച്ചു വെച്ചിരിക്കുമ്പോ കർത്താവ് പറയാണ്, ഞാനത് തുറക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. രാത്രി ദൈവം ചിലത് തുറക്കുന്ന രാത്രിയാ. ഭൗതികമായ നന്മ തരത്തിൽ എത്ര അധ്വാനിച്ചാലും ഓട്ടക്കാലത്തിൽ ശേഖരിക്കുന്ന പോലെ, നോക്ക്, ഓട്ടസഞ്ചിയിൽ ശേഖരിക്കുന്നത് പോലെ ഒരിക്കലും മിച്ചമില്ലാതെ തകരുകയാണ്. ഒരു ചുവട് നീ മുന്നോട്ട് മാറാൻ പോവുകയാണ്. ഈ ദുബായിയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേല തന്നെ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ ദാസന്മാർ എഴുന്നേൽക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തി കൊണ്ട് അവൻ തന്റെ വചനത്തെ ഉറപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. യെസ്, 1-ാം നൂറ്റാണ്ടിന്റെ ശുശ്രൂഷ ഈ ദുബായിയുടെ മണ്ണിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. നാളെ കഴിഞ്ഞ് ഈ സമയമാകുമ്പോൾ ഞാൻ പോകും. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അയച്ചെങ്കിൽ അവന്റെ പ്രവൃത്തി തികച്ചെടുക്കാനാണ് ഞാൻ പ്രവർത്തിക്കും. ആർ തടുക്കും? ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. ആർക്കും നിന്റെ ശുശ്രൂഷ അടയ്ക്കുവാൻ കഴിയുകയില്ല. ആർക്കും ആത്മാക്കളെ അടച്ചു വെക്കാൻ കഴിയില്ല. ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. സഭയുടെ അതിരുകൾ വിശാലമാകാൻ പോകുന്നുവെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നിന്റെ ആരോഗ്യമല്ലേ, എല്ലാം തന്ന് കാശുമുണ്ട്, കുടുംബജീവിതമുണ്ട്, എല്ലാരും അച്ഛനും അമ്മാമയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെങ്കിൽ ഒന്നീ കാലിന് വേദന, അല്ല നടുവിന് വേദന, അല്ല പുറത്ത് വേദന, അല്ല നെഞ്ചിനകത്ത് വേദന, എവിടെയെങ്കിലും കൊളുത്തിട്ട് നിന്നെ പിടിച്ചു നിർത്തി ഒരു പടി നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ ആരോഗ്യത്തെ അടച്ചു വെച്ചിരിക്കുന്നവന് തമ്പുരാൻ ഇന്ന് തകർത്തുകൊണ്ട് നിന്നെ പുറത്തെടുക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. പറയുകയാണ്, ഉണങ്ങിയ അസ്ഥികളോട് പറയാണ്, എന്റെ ജനമേ, കേട്ടോണേ, കേട്ടോണേ, നിങ്ങളൊന്ന് കേട്ടോണേ.
കർത്താവ് പറഞ്ഞ ഉണങ്ങിയ അസ്ഥികളെ നല്ല, മുടിഞ്ഞു പോയവരെ നല്ല, ദൈവത്തെ അറിയാത്തവരെ നല്ല, ധിക്കാരികളെ നല്ല, തെമ്മാടികളെ നല്ല. ദൈവം പറയുന്നത് എന്റെ ജനമേ. യെസ് യെസ്, അവൻ പറയാണ് എന്റെ ജനമേ, യു ആർ മൈ പീപ്പിൾ. അവരെന്റെ ജനമാണ്. എന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഞാൻ ഉണ്ടാക്കിയ മനുഷ്യൻ. അവർ തകർന്ന അസ്ഥി കൂട്ടമാകുവാൻ അവരെ ഞാൻ സമ്മതിക്കത്തില്ല. അവരെ ജീവിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. കാരണം ഞാനാണ് ദൈവമെന്ന് ഇവരറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലം ഇവരെന്നെ അറിഞ്ഞില്ലെങ്കിൽ ഇവർ എഴുന്നേറ്റ് കഴിയുമ്പോൾ എഴുന്നേപ്പിച്ചവൻ ആരാണെന്ന് അവരറിയാൻ പോവുകയാണ്. എന്റെ ജനമേ, നിന്റെ ശവക്കുഴി ഞാൻ തുറക്കാൻ പോവാ. തുറന്ന് വായിച്ചാട്ടെ. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്, ശവക്കുഴിയിൽ നിന്ന് കയറ്റി, ശവക്കുഴിയിൽ നിന്ന് കയറ്റി. തുറക്കുന്നത് അതിനകത്ത് നിർത്താനല്ല. നിന്റെ ശവക്കുഴി നിന്റെ ശത്രു അടച്ചു വെച്ചിരിക്കുന്നത് തുറക്കുന്നത് നിന്നെ അതിനകത്തിടാനല്ല. അതിനകത്ത് നീ രാത്രി എന്റെ ദൈവം നിന്നെ കയറ്റാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്ന ഈ രാത്രി നീ കയറാൻ പോകുന്ന രാത്രിയാണ്. അവിടെ കിടക്കാനല്ല, ഇന്ന് കിടക്കുന്നിടത്ത് കിടക്കാനല്ല. 2004 വർഷം ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ, നിന്റെ പ്രാണനെ സൂക്ഷിച്ചു വെച്ചെങ്കിൽ, നിന്നെ അതിൽ നിന്ന് പുറത്ത് കയറ്റി ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യമായി നിന്ന് ജീവിക്കുന്ന ദൈവം ആരാണെന്ന് നിനക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രാത്രി എന്റെ കർത്താവ് പറയണേ, എന്റെ ജനമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓരാത്മാവിന്റെ വില ഭൂലോകത്തെ കഴിഞ്ഞും വലുതാണ്. ഓരൊറ്റ ജീവിതം പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്റെ കർത്താവ് പറയാണ്, എന്റെ ഏകജാതനായ പുത്രനെ തന്നതെന്തിനാണ്? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കാൽവറിയിൽ കിടന്ന് പിടഞ്ഞു വരിക്കുമ്പോൾ അവൻ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. സകലതും നിവർത്തിയായി. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ അത്യുച്ചത്തിൽ കരഞ്ഞു പറയുകയാണ്, സകലതും നിവർത്തിയായി. നിന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിനുള്ള, നിന്റെ ജനത്തിന്റെ റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനുള്ള, അവരെ റെഡീം ചെയ്യുവാനുള്ള, വിട്ടുവെക്കുവാനുള്ള സകലതും ഞാൻ ഒരുക്കി കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിന്നെ ജീവിപ്പിക്കാൻ അവൻ നിനക്ക് വേണ്ടി ജീവൻ തന്നത്. ഞാനൊന്ന് പറയട്ടെ, പച്ചയ്ക്ക് പറയട്ടെ, നിങ്ങൾ എന്നോട് പിണങ്ങിയാൽ എനിക്കൊരു കുന്തവുമില്ല. പ്രൈസ് ദ ലോർഡ്. പറയാനുള്ളത് പറഞ്ഞേച്ചു പോകട്ടെ. നിന്റെ പുണ്യവാളനോ നിന്റെ മെത്രാച്ചന്മാർക്കോ ഒന്നും നിന്നെ വിടുവിക്കാൻ കഴിയല്ല. ജീവനുള്ള ദൈവം തന്റെ ഏകജാതനായ പുത്രന് നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി അവസാന തുള്ളി രക്തം തന്നെങ്കിൽ അവനിൽ കൂടെ അല്ലാതെ നിനക്ക് വിടുതലില്ല എന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. കേരളത്തിലുള്ള സകല ഭണ്ഡാരക്കുറ്റിയിലും കാണിക്ക കൊണ്ടിട്ട് സകലത്തിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് സകലത്ത് നിന്ന് കുരിശി വരച്ചിട്ടുള്ളതാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ കുരിശുകൾ വന്നതല്ലാതെ എനിക്കൊരു വിടുതലും വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവത്തെ നിന്റെ ശവക്കുഴി തുറന്ന് നിന്നെ വിളിച്ച് കയറ്റി എന്റെ ജനമേ എന്ന് പറയുവാൻ ആ ഹൃദയത്തിന് വേണ്ടിയാണ് നിന്നെ തന്റെ ഏകജാതന്റെ ചങ്കിനകത്തുകൂടെ ആ വിലാപ്പുറത്ത് അവർ കുത്തിയപ്പോൾ അതിൽ നിന്ന് വെള്ളവും ചോരയും ഒഴുകിയത് എന്തിനാണെന്നറിയോ? നിനക്ക് വേണ്ടി ആ ഹൃദയം വേദനിച്ചിട്ടാ. പ്രൈസല. കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൊട്ടയിൽ കളയുന്നത് പോലെ ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും എടുത്തു കളയും. പക്ഷെ കർത്താവ് കളയാനല്ല. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ കളയാനല്ല. ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്ന നിന്റെ ശവക്കുഴി തുറന്ന് നിന്നെ കയറ്റുവാനാണ്. എന്റെ ജനമേ, പ്രൈസ് ദ ലോർഡ്. നീ ദൈവത്തിന്റെ പൈതലാണ്. ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. ശമരിയക്കാരി പറഞ്ഞു, നീ ആരാകുവേ? നീ ഒരു യഹൂദൻ, ഞാനൊരു ശമരിയക്കാരി, നീ എന്നോട് വെള്ളം ചോദിക്കാൻ നീ ആരാ? ഞങ്ങളുടെ പിതാവായ യാക്കോബിനെ കഴിഞ്ഞ് വലിയവനാണോ നീ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനം. പ്രൈസ് ദി ലോർഡ്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ പൈതലാന്ന് ആദ്യം തിരിച്ചറിയുക. നീ മാത്രമല്ല, യാക്കോബായല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലാകാൻ വേണ്ടിയാ ദൈവം നിന്നെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും സംഘടനയെ കൊണ്ട് നിന്നെ ഒതുക്കാനല്ല, നിന്നെ കെട്ടാനല്ല, അവിടെ നിന്നെ തളയ്ക്കാനല്ല, അവിടെ കിടന്ന് ഉണങ്ങി നശിക്കാനല്ല. ദൈവത്തിന്റെ പൈതലാകാൻ വേണ്ടി അവൻ പറയാൻ, എന്റെ ജനമേ, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നിന്നെയും എന്നെയും സ്നേഹിച്ചു. അതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല കേട്ടോ. പുത്രനെ തന്ന സ്നേഹം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാളും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുകയാണ്, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്. വായിച്ചാട്ടെ. എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ജീവിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അതുകൊണ്ടാണ് റോമാലേഖനം 8:11 പറയുന്നത്,
ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ തന്റെ ആത്മാവിനെ കൊണ്ട് നിന്റെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി നിന്നെ ജീവിപ്പിക്കാൻ പോകുന്ന ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ലോകം നിന്നെ ഇതുവരെ എന്ത് ചെയ്തു? ആ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ട് ഒതുക്കിയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ രാത്രി ചിലത് കൽപ്പിക്കാൻ പോകും. 4 ദിക്കിൽ നിന്നും കാറ്റിനോട് കൽപ്പിക്കാൻ പോകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ജനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കാൻ പോകും. ശവക്കുഴി തുറന്ന് എന്ത് പറഞ്ഞു? ലാസറിനോട് പറഞ്ഞു, ലാസറേ പുറത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചിലർ പുറത്തു വരുന്ന ദിവസമാണ്. ലോകം പറഞ്ഞു, നാറ്റം വെച്ച് തുറക്കണ്ട, ആ വാർഡിൽ പോകണ്ട, അങ്ങോട്ട് പോകണ്ട. ഇതിനോടൊക്കെ മിണ്ടിയ നമുക്കൂടെ ആക്ഷേപം. നമ്മുടെ കൂട്ടത്തിലുള്ളതെന്ന് പറയുന്നതൊക്കെ നമുക്കൂടെ ആക്ഷേപം. അതുകൊണ്ട് നമ്മൾ പോകണ്ട, ആ വാർഡിലേക്ക് പോകണ്ട. എന്തിനാ ചെയ്യാ വെറുതെ കൊണ്ടി വലിച്ചു വെക്കുന്നെന്ന് പറഞ്ഞെടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി എന്റെ കർത്താവ് പറഞ്ഞു, എവിടാ കാണിച്ചതാ? എവിടെ വെച്ചിരിക്കുന്നു? വേർ ഈസ് യുവർ പ്രോബ്ലം? ടെൽ ഹിം ടുഡേ. ഈ രാത്രി അവനോട് പറ, എവിടെയാ നിന്റെ പ്രശ്നം? നിന്റെ കുടുംബത്തിലാണോ? നിന്റെ ജോലിയിലാണോ? നിന്റെ ആരോഗ്യത്തിലാണോ? എവിടെയാണ് നിനക്ക് പ്രശ്നം? ഈ രാത്രി കാണിച്ചു കൊടുക്കുക. എവിടെ വെച്ചിരിക്കുന്നു അവനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ രാത്രി നിന്റെ ശവക്കുഴി തുറന്ന് അതിൽ നിന്ന് നിന്നെ കയറ്റുവാൻ വേണ്ടി എന്റെ ദൈവം കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.